അവിടുന്നു നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്നു നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയും ആയിരിക്കും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു. സർവശക്തന്റെ തണലിൽ കഴിയുന്നു. കർത്താവിനോട് നിന്റെ സങ്കേതവും നിന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന നിന്റെ ദൈവവും എന്നു പറയും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്തു 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ ഞങ്ങൾക്ക് ആപത്തനത്തെ കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ലവനായ ദൈവം ഞങ്ങളോട് കാണിക്കുന്ന ദൈവം വിശ്വസ്തയ്ക്കുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ദാസൻ പ്രിയ ജെയിംസ് പാഷ കർത്താവ് നടത്തുന്ന ഈ കുടിവരവിനെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അനേക ആത്മാക്കളുടെ ദിവ്യമായ വചനം കേൾക്കുവാൻ കർത്താവെ ദാസൻ ചെയ്യുന്ന പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ വരുന്ന ശ്രേഷ്ഠരായ ദാസന്മാരെ കർത്താവിൽ അവരുടെ വയൽക്കൂടി കർത്താവെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ട് ധന്യരായി തീരുവാൻ കർത്താവെ അർത്ഥമൂല്യം അർത്ഥവത്തായിട്ടുള്ള വചനം ഞങ്ങൾക്ക് കേട്ട് അതിൽ വേരൂന്നി നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ വരും കാലത്തിൽ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ പാപം നിറഞ്ഞ ലോകത്തിൽ കർത്താവെ അനന്യരും പരദേശികളുമായി കർത്താവെ കർത്താവിൻ്റെ പ്രിയ മക്കളുമായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണേ. കർത്താവിൻ്റെ വരവാസനമായിരിക്കുമ്പോൾ ദൈവവചനം കേൾക്കുവാൻ പലർക്കും സമയമില്ലാതിരിക്കുമ്പോൾ നിന്റെ മക്കൾ ഇത്രയും തീക്ഷ്ണതയോടും ആവേശത്തോടും വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിറച്ച് നീ സമ്പന്നനാക്കി വിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞുപോകാൻ ദൈവേഷണം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. വന്ന എല്ലാവരെയും ഒന്നും അനുഗ്രഹിക്കണേ. തല വണങ്ങിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കൊള്ള കണ്ടിട്ടവരെ പോലെ സന്തോഷത്തോട് പോകുവാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയിലേക്ക് നടത്തപ്പെടാത്ത രക്ഷയിൽ നടത്തപ്പെടുവാനും കർത്താവിനെ കണ്ടുമുട്ടാത്തവരെ കണ്ടുമുട്ടുവാനും വിശ്വാസത്തിൽ ജീവിപ്പാനും കർത്താവെ സഹായിക്കണമേ. ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രസംഗങ്ങളൊക്കെയും നിനക്ക് അത് സുഗ്രാഹ്യമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ ഇന്ന് ഇവിടെ പാടുന്ന നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. എന്റെ ദാസിൽ കൂടി ദിവ്യമായ വചനം കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ വീണ്ടും സഹായിക്കണമേ. പ്രാർത്ഥനയുടേതായ സ്വന്തം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശുവിനെ യാചിക്കുന്നു. ആമീൻ.
കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ നമ്മോട് സംസാരിച്ചല്ലോ. ഇവിടെ ഇരിക്കുന്ന നല്ലതെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഏകാഗ്രതപ്പെടുത്തി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു സമയം മറ്റുള്ള സമയങ്ങളെക്കാൾ ഉത്തമമായിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്, വിടുതലാണ്, ശക്തിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസങ്ങളായി നടക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ആരും മൗനമായിരിക്കുക. ദൈവത്തിന് സ്തുതി പാടുമ്പോൾ വീണ്ടെടുത്ത പ്രാണനും ആത്മാവും ശരീരവും എല്ലാം ഒരുപോലെ ഘോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എന്നോട് സംസാരിക്കണമേ എന്ന് ഓരോരുത്തരും ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നാം ചിന്തിക്കുന്നതിലും നിனைക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നവൻ
കേൾപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ജാതികളെ, വംശങ്ങളെ, രാജ്യങ്ങളെ അവകാശമായി തരാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ഇന്ന് രാത്രി നാം ചോദിക്കുന്നെങ്കിൽ ആത്മാക്കൾ അനേകർ വിടുവിക്കപ്പെടുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ വലിയ ദാസനെ പാസ്റ്റർ ലൈജി ശാമ്പൽ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥനയോടുകൂടി ഇന്ന് ആയിരിക്കാം. കർത്താവേ, ഇന്ന് രാത്രികാലം കർത്താവെ അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രി കർത്താവെ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവെ ഹല്ലേലൂയ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കർത്താവെ ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കർത്താവെ ഇന്ന് രാത്രി കാലം ഈ ഹോളിനകത്ത് നിറയട്ടെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിൽ 2-3 പേര് കൂടി വരുന്നിടത്ത് കർത്താവെ അവിടുത്തെ സാന്നിധ്യം വന്നിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് ഒരു ഹല്ലേലൂയ ഒരാൾ പോലും കർത്താവെ വെറുതെ ഇരുപ്പാൻ ഇന്ന് രാത്രി കാലം ഇടിയാത്തിരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സും ഹൃദയവും നിങ്ങളിലേക്ക് ഉയർത്തി കർത്താവെ. ഇന്ന് രാത്രി വൻ കാര്യങ്ങളെ ഞങ്ങൾ പ്രാപിക്കുന്ന രാത്രികാലമായി തീരണമേ. ഞങ്ങൾ കടന്നു വന്ന പോലെ അല്ല കർത്താവെ, ആത്മാവിന്റെ നിറവോടുകൂടി ഇന്ന് രാത്രി കാലം ഞങ്ങളെ പറഞ്ഞേക്കണമേ. ഇന്ന് രാത്രി കർത്താവെ ഏതെല്ലാം വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലായി ഞെരുക്കത്തോടുകൂടി വന്നിട്ടുണ്ടോ അവരെല്ലാം കർത്താവെ സമാധാനത്തോടെ അവിടുന്ന് പറഞ്ഞയക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവെ ഈ 2 ദിവസത്തെ മീറ്റിംഗിനെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ദാസനെ കർത്താവിന്റെ ദാസനെ അഭിഷേകത്തോടെ നിർത്തി അഭിഷേകം ചെയ്യപ്പെട്ട ദൂത് കർത്താവെ പറയുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ ദാസനെ സഹായിച്ചു കർത്താവെ. അതേ അഭിഷേകത്തോടെ കർത്താവെ ഞങ്ങൾ അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ വചനം നിന്റെ ദാസൻ വാരി വിതറുമ്പോൾ കർത്താവെ അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുത്തെ തിരു സാന്നിധ്യം കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കണമേ. അവിടുത്തെ ആത്മാവ് സദാകാലവും വാദിക്കത്തില്ലല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവെ ഹല്ലേലൂയ ഇന്ന് രാത്രി അവിടുന്ന് വാദിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭ കർത്താവെ ഈ ചുറ്റുപാട് പ്രദേശത്തിന് ഒരു അനുഗ്രഹമായി തീരണം. ഈ മീറ്റിംഗുകൾ കർത്താവെ അനേക ജാതികൾക്കത് അനുഗ്രഹമായിരിക്കണം. അനേകർ കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ വ്യത്യാസം വരുവാൻ യേശു ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഈ മീറ്റിംഗുകൾ കർത്താവെ ഈ പ്രദേശം കർത്താവെ ഒരു ഉണർവ് ഉണ്ടാവാൻ തക്കൊണ്ട് ഇടയാക്കി തീർക്കണം കർത്താവെ. ന്യൂയോർക്കിന്റെ പ്രദേശത്ത് ഒരു ഉണർവ് വേണം കർത്താവെ. ചതഞ്ഞിരിക്കുന്നതിനെ കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് മുറിവ് കെട്ടുന്ന ഹല്ലേലൂയ ദിവസങ്ങളാക്കി ഇത് തീർക്കണമേ. ഞങ്ങൾ ഇന്ന് പാടിയതുപോലെ അവിടുത്തെ വരവ് എപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ അവിടുത്തെ വരവാസനമാവാണെങ്കിൽ ഞങ്ങൾ ഒരാൾ പോലും കർത്താവെ തള്ളപ്പെട്ടു പോകാതെ ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കാൻ കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് പറയുന്നല്ലോ രാത്രിയിൽ ഹല്ലേലൂയ അർദ്ധരാത്രിയിൽ കള്ളനെ പോലെ അവിടുന്ന് വരും. അങ്ങനെയെങ്കിൽ കർത്താവെ ഞങ്ങൾ ആ സമയത്ത് എഴുന്നേറ്റ് ഓടി നടക്കാൻ ഇടയായി തീരാതെ ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കാൻ തക്കോണം ഇന്ന് രാത്രികാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ ഇതിന് നേർത്തു കൊടുക്കുന്ന ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടത്തിക്കൊണ്ടുവന്ന ദേവദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദിവസം എന്ന് പറയുവാൻ തക്കോണം ഇടയാക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. പ്രാർത്ഥനയുടെ വലിയ സ്നേഹത്തിനാണ് സ്തോത്രം. ആദ്യം ഉണർന്നോട്ട് കൃപ വ്യാപരിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. നാമത്തിന് എല്ലാവർക്കും പ്രത്യേകിച്ച് കർത്താവിന്റെ വലിയ ദാസന്മാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് കടന്നു വന്ന ഇത്രയും പേർക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെനി ഇടപ്പുറമ്പിൽ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇങ്ങനെ നമ്മുടെ മധ്യത്തിൽ വരുമോ എന്ന് പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹത്തെ വേറെ ഒരു സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്ത് അവിടുത്തെ മീറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വരുവാനും ഇന്നലെയും ഇന്നുമായി കർത്താവിൻ്റെ ദാസൻ നമ്മോട് കാണിച്ചതായിരിക്കുന്ന ആ സ്നേഹം താനിപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു കറസ്പോണ്ടൻസ് കോഴ്സ് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. 147 പേര് പോസ്റ്റലിൽ അതിനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് ബന്ധപ്പാടുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്നതായിരിക്കുന്ന പത്രപ്രവർത്തനം, അതുപോലെ ഒരു സെൻറ്ററിൻ്റെ പാലക്കാട് സെൻറ്ററിൻ്റെ ചുമതല, ഇങ്ങനെ ഒരുപാട് വിവിധങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിലാണ് ഈ ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ കടന്നു വന്നവർക്കറിയാം 10 മണി വരെ
സോറിയുണ്ട്, ഇത്രയും താമസിച്ചു പോയി. എന്നാൽ ഇന്ന് അദ്ദേഹം അത്രയും താമസിക്കത്തില്ല. അതുകൊണ്ട് 8 മണിക്ക് തന്നെ സമയം കൊടുക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി വലിയൊരു വിടുതൽ നമുക്ക് അനുഭവിച്ച് തീർച്ചയായിട്ടും ഹല്ലേലൂയ. അത് കഴിഞ്ഞ രാത്രി നാം കേട്ടതുപോലെ ദൈവദാസൻ്റെതായിരിക്കുന്ന ആ അനുഭവങ്ങളും കാര്യങ്ങളിൽ കൂടെ ദൈവം നടത്തിയ വിധങ്ങൾ നാം ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന ആ നന്മകൾ ഇന്ന് രാത്രിയിൽ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഈ സമയത്തെ കർത്താവിൻ്റെ വലിയ ദാസൻ റെനി എടപ്പറമ്പലിനെ ഞാൻ ഈ പ്രസംഗത്തിന് വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചോളൂ. നമ്മുടെ കണ്ണുകൾ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ അടയ്ക്കാം. അല്പസമയം എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രത്തിൽ ജാഗരിച്ച് ആത്മാവിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കുവാനായി സമർപ്പിച്ചു കൊടുത്താട്ടെ. ആലയത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കൾ അന്യഭാഷകളിൽ അല്പസമയം ചൊരിച്ച് പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്നലകളിൽ വ്യാപരിച്ച ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരേണ്ടതിന് അഭിഷേകത്തിൻ്റെ നിറവിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ, കർത്താവ് നമ്മോട് സംസാരിപ്പാൻ, ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പ്രാർത്ഥനയുടെ ഈ കൺവെൻഷൻ്റെ 2ാമത്തെ രാത്രിയിൽ ഊരിപ്പിടിച്ച വാളുമായി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. വാസ്തവമായി നമ്മൾ ഇടപെടുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി പോരാ, എല്ലാ ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം, ദൈവകൃപയ്ക്കൊത്തവണ്ണം, ദൈവ സാന്നിധ്യത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താണ് അഭിഷേകത്തോടെ ദൈവകൃപയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ കണ്ണുകളും അടച്ച് അഭിഷേകത്തോടെ എല്ലാ ജോർദാനും ഇന്ന് രാത്രി വഴിമാറട്ടെ. ആത്മമണ്ഡലങ്ങളിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ സാന്നിധ്യത്തോടെ, ദൈവത്തിന്റെ അഭിഷേകത്തോടെ, ദൈവകൃപയോടെ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി വന്ന് അന്ധകാര മണ്ഡലങ്ങളെ ജയം കൊള്ളുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യത്തിന്റെ നിറവിൽ ഇന്ന് രാത്രിയിൽ ദൈവം സഹായിക്കേണ്ടതിനായി എല്ലാ കണ്ണുകളും അടച്ച് ഓരാ ജന ദിഗര റിഗല റിഗല ഘടക സൈദന അർത്ഥന റിഗ ഘടക സൈദനെ റിഗ ഘടക സൈദന റമോഷസി റിഗ ഘടക സൈദന റിഗ ഘടക സൈദനെ റിഗ ഘടക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ആമേ തേജോമനായ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് ആമേ ഇറങ്ങി വന്നിരിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നവർ മുൻവിധിയില്ലാതെ ആത്മമണ്ഡലങ്ങളിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അന്തരാത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടി നിലയോട് സാദൃശ്യമുള്ളവൻ, ഉലകിൽ ചുട്ടുപഴിപ്പിച്ച കാൽപാദമുള്ളവൻ, ഞാൻ ആദ്യവും അന്തവുമാകുന്ന അൽഫയും ഒമേഗയുമാകുന്ന വാക്ക് പറഞ്ഞ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ളത് ആത്മമണ്ഡലങ്ങളിൽ കണ്ടാട്ടെ, അഭിഷേകത്തോടെ കണ്ടാട്ടെ. വന്നതുപോലെയല്ല, മടങ്ങിപ്പോകുമ്പോ ഒരു പ്രത്യേക അഭിഷേകത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനായി സുന്ദരാരക സന്ദരാരക ഹംദരേ രിഗ ഘടക സൈദനേ രമോഷസി റിഖമന രിഗ ഘടക സൈദന രമോഷസി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിലും നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരണം. നിന്റെ വചനം ഏതാത്മാവിനെ എഴുതപ്പെട്ടോ അതേ ആത്മാവ് ശക്തിയാൽ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ചില ജീവിതങ്ങൾ മാനസാന്തരപ്പെടട്ടെ, ചിലരുടെ പേരുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതട്ടെ. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അതേ കർത്താവേ ഞങ്ങളുടെ ശരീരത്തിൽ ഇത് വ്യാപരിച്ച് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ജയമെടുക്കുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ യോഗത്തിനായി സ്തോത്രം. തലവണക്കിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കട്ടെ. നീ ഞങ്ങളോട് സംസാരിക്കാതെ പോകരുതേ. അങ്ങ് ഞങ്ങളോട് ഇന്ന് രാത്രിയിൽ കർത്താവെ മിണ്ടണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ നിർത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം കൊടുക്കാം. ഇന്ന് രാത്രിയിലും ഒരു പ്രാവശ്യം കൂടെ ഈ സുവിശേഷ യോഗത്തിൽ ദൈവവചനവുമായി നിൽപ്പാൻ
ദൈവം നൽകിയ എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നാം എത്തപ്പെട്ടിരിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് രാത്രിയിലും സംസാരിക്കും. ഇന്നലെ കടന്നു വന്നവർക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. തീർച്ചയായും അതേ അഭിഷേകം, അതേ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര വിശ്വസിക്കുന്ന കർത്താവിനെ? ഹല്ലേലൂയ. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്നലെ രാത്രി വായിച്ച് ആമേൻ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ വചനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞാൻ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ആമേൻ ഒരാൾ പരസ്യമായി വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമാക്കി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് ജോർദാന്റെ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ചിന്തിപ്പാൻ കർത്താവിൽ നമ്മൾ ആശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ, ദൈവസന്നിധി ഇരിക്കുന്ന ബോധ്യത്തോടുകൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും എന്ന ഉറപ്പോടുകൂടെ ഇന്ന് രാത്രിയിൽ നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യപ്പെടുമ്പോൾ വാസ്തവമായും നാം കേൾക്കേണ്ടത് എൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇന്ന് രാത്രിയിൽ കേൾക്കേണ്ടത്. എത്ര വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഇന്നലെ രാത്രി നാം ചിന്തിച്ചത്. ജോർദാൻ എന്താണ്? ജോർദാന്റെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് ജോർദാൻ മാറുന്നത്? ജോർദാന്റെ സ്ഥിതി എന്താണ്? നമ്മൾ ഇന്നലെ രാത്രി ചിന്തിപ്പാനിടയായി. ജോർദാനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ആവേശത്തോടു കൂടെ ആമേൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായി. എങ്ങനെ മാറും എന്ന വിഷയത്തിൽ ഒരു വാക്യത്തിൽ നമ്മൾ തൊട്ട് ഇന്നലെ രാത്രി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി പോകുന്നില്ല. കാരണം ആഴമായൊരു ദൈവിക ദൂത് ഇന്ന് രാത്രിയിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന് കൈമാറ്റം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. നാം ഇന്ന് രാത്രി വന്നിരിക്കുന്നത് ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല, അതിനപ്പുറമായി നാം ദൈവത്തിൽ നിന്ന് ചില പ്രാപിക്കാൻ വേണ്ടി വന്നവരാണ്. പ്രാപിക്കാൻ വന്നവർക്ക് അതിന്റെ ലക്ഷണം തന്റെ മുഖത്ത് കാണണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ മധ്യത്തിലാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നത്. വചനത്തിനൊരു ശക്തിയുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി ഉറപ്പിച്ചു, വചനത്തിനൊരു ശക്തിയുണ്ട്. വചനത്തിന് അതിൻ്റെതായ വിടുതലുണ്ട്. വചനത്തെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ പുസ്തകം ആമേൻ ഒരു മലയാളിയുടെയോ ഒരു ഇംഗ്ലീഷുകാരൻ്റെയോ ആമേൻ പോയമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോവലല്ല, അല്ലെങ്കിൽ ആമേൻ രസകരമായ കർണരസമായ കഥകൾ ചേർക്കപ്പെട്ട പുസ്തകമല്ല. അത് മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല, മതത്തിന്റെ ഗ്രന്ഥവുമല്ല. അത് ആമേൻ മാനവജാതിയുടെ ആമേൻ ജീവിതത്തിന്റെ ഉടമസ്ഥത അവകാശം നിലനിർത്താനും, ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി നിത്യതയിലേക്ക് പോകുന്ന വഴിയാത്രയിൽ അവന് വേണ്ട ആഹാരമാണ് ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ തിരുവചനം, വിശുദ്ധ വേദ പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് ആമേൻ അന്വേഷിച്ചാൽ കണ്ടെത്താത്തത് ഒന്നുമില്ല. പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ, മറ്റു പലതും എഴുതി ചേർക്കാനാണെങ്കിൽ ഇതിനകത്ത് സ്ഥലം പോരാതെ വരും എന്ന് പറഞ്ഞാൽ, ഒരിക്കലും മലയാള കവി ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആകാശത്തിലെ ആമേൻ മേഘം മൊത്തം പേപ്പറാക്കി, ആ കാട്ടിലെ വൃക്ഷം മൊത്തം പേനയാക്കി, ആമേൻ കടലിലെ മഷി മൊത്തം
ആ വെള്ളം മൊത്തം മഷിയാക്കി ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയാൽ ആമേൻ ഒരിക്കലും തികയത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ അനന്തമായി കിടക്കുകയാ. കടല് പോലെ കിടക്കുകയാ, ആകാശം വിധാനം പോലെ കിടക്കുകയാ. കടലിലെ ആമേൻ വെള്ളം പോലെയും കാട്ടിലെ ആമേൻ വൃക്ഷങ്ങൾ പോലെയും ദൈവത്തിന്റെ പ്രവൃത്തി അനന്തമായി കിടക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകമടങ്ങുന്ന ഈ ചെറിയ ഗ്രന്ഥത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ഒരിക്കലും അത് എഴുതപ്പെട്ട ഒരു കവിതയല്ല, എഴുതപ്പെട്ട ഒരു നോവലല്ല. മറിച്ച് മാനവജാതിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും നീതി സത്യ ഗുണങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം. ഇത് ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ പുസ്തകമെടുത്ത ആരെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല. ഈ പുസ്തകമെടുത്തവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അവരുടെ തലമുറയെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പുസ്തകമെടുത്ത ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അത് സത്യസന്ധമാണെങ്കിൽ ദൈവത്താൽ മാന്യത സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മമണ്ഡലങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാം. ദൈവവചനത്തിന്റെ ജീവൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ പുറത്തു വെളിപ്പെടുന്ന ഒരു പൈശാചിക മേഖലയ്ക്കും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ അത് വലുതാണ്. ആ വലിയ ശക്തി പ്രാപിക്കുന്നവർ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. യേശു കർത്താവിന്റെ കല്ലറ നമുക്കൊന്ന് ശ്രദ്ധിച്ചു മടങ്ങി വരാം. യേശു കർത്താവിനെ അടക്കം ചെയ്തു. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ക്രൂശി നിറക്കി റൂമാലുകൊണ്ട് ഉള്ളം കാല് മുതൽ തലമുടി നാല് വരെ അതിനെ കെട്ടി യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവനെ കല്ലറയ്ക്കകത്തു വെച്ചു. സുഗന്ധവർഗങ്ങൾ പൂശി മണമടിക്കാതെ അല്ലെങ്കിൽ സ്മെല്ല് വരാതെ 2-3 ദിവസം സൂക്ഷിക്കേണ്ടത് അവരുടെ കർത്തവ്യമാണ്. കാരണം അവർ പറയുന്നത് അവരുടെ ആത്മാവ് പെട്ടെന്ന് പോകുകയില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ശവകുടീരം വിട്ട് പോകുകയുള്ളൂ. അവരുടെ ആചാരം അനുസരിച്ച് അങ്ങനെയാണ് അവർ അടക്കം ചെയ്യാറുള്ളത്. എന്നാൽ യേശുവിന്റെ കല്ലറയ്ക്കകത്ത് ഇങ്ങനെ സുഗന്ധവർഗങ്ങൾ വെച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന ശരീരത്തിൽ ആ യേശുവിനെ പറ്റി യഹൂദന്മാർ പറഞ്ഞ പദമുണ്ട്. ഈ കള്ളൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒന്നിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ളവർ അവനെ പിടിച്ചു എടുത്തുകൊണ്ട് പോകും. ഇത് രണ്ടും സംഭവിക്കാതിരിക്കാൻ ഇമ്പീരിയം മുദ്ര കൊണ്ട് സീൽ ചെയ്യപ്പെട്ട് കല്ലുകൊണ്ട് അടയ്ക്കപ്പെട്ട് ഈ കല്ലറെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാ. എന്നാൽ ജീവനുള്ള കല്ല് ജീവനില്ലാത്ത കല്ലുകൊണ്ട് ഈ കല്ലറെ അടച്ച് സീൽ ചെയ്ത് 2 പടയാളികളെ കുന്തം കൊണ്ട് അപ്പുറം ഇപ്പുറം പിടിച്ചു നിർത്തിയൊക്കെ ജീവനുള്ള അകത്ത് കിടന്ന കല്ല് രൂപാന്തരപ്പെട്ടപ്പോൾ, രൂപാന്തരത്തിന്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ ജീവനുള്ള കല്ല് ഉയർത്തു. ജീവനില്ലാത്ത കല്ല് പൊട്ടി മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ജീവനുള്ള കല്ലായ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് തുടിക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ നമ്മളിൽ വസിക്കുന്ന യാതൊരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ നടത്തുന്ന പ്രത്യേക മീറ്റിംഗ് എന്ന് പറയുന്നത് ചില ജീവിതങ്ങൾ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയാ, യേശുവിനെ അറിയാൻ വേണ്ടിയാ. ഈ കല്ലിനോട് നിങ്ങൾ ഏകീഭവിക്കേണ്ടതിനാണ് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ സംഘാടകരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അഭിഷിക്തനെ തലമുറയെ കർത്താവ് മാനിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഇന്നലെ കടന്നു വരാത്ത പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി ആ വാക്യം മാത്രം ഒന്ന് തിരിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക്, അടുത്ത ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നലകളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്നും നാം തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവാണ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കേണ്ടത്. യോശുവയുടെ പുസ്തകത്തിൽ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: പാളയത്തിൽ കൂടി കടന്ന ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം
കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാന്റെ അക്കരെ കടക്കേണ്ടത് ആകുന്നു. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കുക, 3ആയിട്ട് വചനത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്: 1, ദേശം കൈവശം ആക്കണം; 2, യോർദാനെ കടക്കണം; 3, ഭക്ഷണ സാധനം കരുതിക്കൊള്ളണം. ഈ 3 വിഷയത്തെക്കുറിച്ച് ദീർഘമായി സംസാരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ എനിക്ക് ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ, ഈ യോഗത്തിന് വേണ്ടി നിലവിളിച്ച് ദൈവസന്നിധി കരഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് തന്ന ചിന്ത, ആമേൻ, 2ാമത്തെ പോയിന്റാണ് യോർദാനെ കടക്കണം. ഈ യോർദാനെ കടക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ആഴമായ ഒരു വെളിപ്പാട് ഇന്നലെ രാത്രി ദൈവം നമുക്ക് നൽകുവാനിടയായി. ഇന്ന് രാത്രിയിലും അതേ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ചില കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക. യോശുവയുടെ പുസ്തകത്തിൽ അവനെ കാണുന്നത് ഇങ്ങനെയാണ്: യോശുവയെ മോശയ്ക്ക് ശേഷം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ശുശ്രൂഷ ചെയ്യുവാൻ യോശുവയെ ദൈവം വേർതിരിച്ചു. ആ യോശുവ ദൈവസന്നിധി തിരസ്കരണത്തിന്റെ സ്വഭാവത്തോടു കൂടെ ദൈവപ്രവൃത്തിക്ക് എതിരെ നിന്ന് വാദിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞ പദമാണ് ഇന്നലെ രാത്രി നാം ഒന്ന് തൊട്ടു. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ കൂടെ നിൽക്കുക ഇല്ല. കാരണം നിന്റെ പിതാക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ദൈവം ഞാനാകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മുടെ പിതാക്കന്മാരെ അറിയുന്ന ദൈവം, അവരുടെ കണ്ണുനീരും അവരുടെ ഉപവാസവും അവരുടെ ആത്മതപനവും വയറുമുറുക്കിയുള്ള പ്രാർത്ഥനയും അവരുടെ ജീവിതവും തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണുനീരിന്റെ ഭാഗമായിട്ട് ഈ പട്ടണത്തിൽ നമ്മെ കർത്താവ് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ പിതാക്കന്മാരെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, യോശുവയോട് പറഞ്ഞ പദം എങ്ങനെയാണ്? പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം, അല്ലെങ്കിൽ മോശയുടെ കൂടെ ഇരുന്ന ദൈവം. തിരുവചനത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സംഭവ കഥ കാണാൻ കഴിയുന്നു. പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ദൂത് പറഞ്ഞ് മടങ്ങി ഇന്ന് രാത്രി കടന്നു വന്ന് ആ വചനത്തിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നിങ്ങളായിരുന്നാട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് സുവിശേഷ സംബന്ധമായി പിടിക്കപ്പെട്ടു. ആമേൻ. ഒരു കുറ്റവാളിയെ പോലെ മറ്റുള്ള തടവുകാരെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ടുപോകുകയാണ്. എല്ലാം പോകുന്ന വഴിയിൽ കപ്പൽ ഛേദം സംഭവിച്ചു. ആ കപ്പൽ ഛേദത്തിൽ കപ്പൽ തകർന്ന് വെള്ളം കയറി ഇത് മുങ്ങി താഴുവാൻ പോകുമ്പോൾ അവർ അവരുടെ സാമഗ്രികൾ വരച്ച് വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അതിനുശേഷമായി അവർ വളരെയധികം പ്രാർത്ഥനയോടുകൂടി, കണ്ണുനീരോടുകൂടി, നിലവിളിയോടുകൂടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് മുമ്പോട്ട് പോകുകയാണ്. പക്ഷേ ഞാൻ ആ ഭാഗത്തുനിന്ന് വേഗത്തിൽ ഓടി വരേണ്ടത് കൊണ്ട് ഞാൻ ആ പോയിന്റിലേക്ക് മാത്രം ഇന്ന് രാത്രി തൊട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിട്ട് ഒരു പലക വഴി ഒരു ദ്വീപിൽ അവർ കയറിപ്പറ്റി. ആ ദ്വീപ് ഏതെന്ന് അവൻ അറിയില്ല. ഒരു വെട്ടം മാത്രം കണ്ടു. ആ വെട്ടം തിരിച്ചറിഞ്ഞ് അകത്ത് കയറിയ ചെന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു: രക്ഷപ്പെട്ട ശേഷം മെലീത്തായിൽ ചെന്നപ്പോൾ ദ്വീപ് മെലീത്ത എന്ന് തിരിച്ച് അറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ദൂത് പറയാം: രക്ഷപ്പെട്ട ശേഷം, അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു ഈ ദേശം ഏതാണ്, ഈ സഭ ഏതാണ്, ഈ സാഹചര്യം ഏതാണ്, ഈ ജോലി ഏതാണ്. പക്ഷെ ചെന്ന് കാല് കുത്തിയപ്പോഴാ തിരിച്ചറിഞ്ഞത് ഇതൊരു മെലീത്തയാണെന്ന്. അവരെ കടിച്ചു കീറുന്നതും കൊത്തിയാലുടൻ ചത്തുപോകുന്ന പാമ്പുകളുടെ ശക്തിയുള്ളതുമായ ഒരു പ്രത്യേക സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞതായ സ്ഥലം മെലീത്തയിൽ ജീവിതത്തിലെ നങ്കൂരങ്ങൾ ഉറപ്പിക്കാൻ കഴിയാതെ കണ്ണുനീരിന്റെ താഴ്വരെ കൂടെ ശാപത്തിന്റെ പട്ടികകൾ പലതും നിരത്തി വെച്ച് മെലീത്ത ഇങ്ങനെ പോകുമ്പോ ആ മെലീത്തയിൽ അഭിഷേകമുള്ളവൻ കാലുകുത്തി. ആ അഭിഷേകമുള്ളവൻ കാലുകുത്തിയപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ കാണുന്നു: അവൻ വിറക് പറക്കി തീക്കകത്തിട്ട് ആ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിറക് അവസാനിച്ചപ്പോൾ, ആ തീ തീർന്നപ്പോൾ അടുത്ത വിറക് പറക്കിയിട്ട് ആ തണുപ്പ് കാലത്ത് തീ കായുന്ന സമയം അടുത്ത വിറക് ഊരിയെടുക്കുമ്പോ, വിറക് കൂട്ടത്തിനകത്തു നിന്നും ഒരു കഷ്ണം വിറക് ഊരിയെടുക്കുമ്പോ വർഷങ്ങളായി നാളുകളായി അവിടെ ചുറ്റിപ്പറ്റി നിന്ന സർപ്പമായ അണലി പൗലോസിന്റെ കയ്യെ കടിച്ചു തൂങ്ങുകയാണ്. അവിടെ ഒരു വ്യത്യസ്തമായ
ഒരു ദൂത് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തോട് പറഞ്ഞ് ഞാൻ മടങ്ങി വരാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല. നമ്മുടെ ദൈവം പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവമാ. അങ്ങനെങ്കിൽ നമ്മുടെ കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ അതേ അഭിഷേകം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാ. ആത്മാവിൽ സ്വന്തം പറഞ്ഞാട്ടെ, അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ദൂതിന്റെ പ്രകാശനങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷനിൽ ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങളോട് ആത്മമണ്ഡലങ്ങളിൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ താപ്പോട്ട് വായിക്കുമ്പോൾ അവിടെ പല സംഭവങ്ങൾ അവൻ താഴോട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് എഴുതുന്നത് കാണാൻ കഴിയും. കപ്പലിൽ വെച്ച് തകർന്നു പോകേണ്ടവൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടവൻ ഒരു പലക വഴി കരയ്ക്ക് കയറിയെങ്കിലും കരയ്ക്ക് അടുത്തപ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധി. ഒന്ന് മാറി പ്രവാചകന്റെ ഭാഷ പറഞ്ഞാൽ തുള്ളൽ ശേഷിപ്പിച്ചതിനെ, വെട്ടിക്കിളി നിന്ന് വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ, പച്ചപ്പുഴു നിന്ന് ആമേ സംരക്ഷണങ്ങളുടെ കാലം, നഷ്ടങ്ങളുടെ കാലം, തകർച്ചയുടെ കാലം. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, പ്രാർത്ഥിക്കുന്ന ഭക്തനെ, സുവിശേഷ സംബന്ധമായി പിടിക്കപ്പെട്ട ഭക്തനെ ആമേ കടലിനകത്ത് ചൊതുക്കാൻ നോക്കിയെങ്കിൽ അവിടെ നിന്ന് സ്വർഗ്ഗം പൊക്കിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. പക്ഷെ കരയ്ക്കെത്തിയപ്പോ അവൻ ശാപം പിടിച്ച പട്ടണത്തിൽ അവൻ കാലുകുത്തി. പക്ഷെ അഭിഷക്തൻ കാലുകുത്തിയ പട്ടണത്തിൽ ഒരു ശാപത്തിനും നിലനിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ദൂത് പറയാ, നീ ഒരു അഭിഷിക്ത ദാസിയാണെങ്കിൽ, നീ ഒരു അഭിഷിക്ത ദാസനാണെങ്കിൽ, നിന്റെ മേൽ അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ കാലുകുത്തുന്നിടത്ത്, നീ നിൽക്കുന്നിടത്ത് ഒരു അണലിക്ക് നിൽക്കാൻ കഴിയത്തില്ല, ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. വർഷങ്ങളായി നിന്നെ ബന്ധിച്ച, വർഷങ്ങളായി നിന്നോട് പോരാടിയ, വർഷങ്ങളായി നിന്റെ കുടുംബത്തെ അവൻ ഊറ്റിക്കുടിച്ച, വർഷങ്ങളായി നിന്റെ കുടുംബത്തിന്റെ നന്മയെ അപകരിച്ച, നിന്റെ ജോലിയുടെ നന്മയെ അപകരിച്ച, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അപകരിച്ച സർപ്പത്തിന്റെ വ്യാപാരം കയ്യെ കടിച്ചു തൂങ്ങിയിട്ട് നാളുകൾ ഇതുവരെയായി ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ഇരുന്ന ദൈവ, പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവ ഇന്ന് രാത്രി നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ ആത്മാവി വിളിച്ചു പറയുമ്പോ മാത്രം സ്തോത്രം പറയാൻ കഴിയുമോ? പോരാ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായ് തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അണലിയുടെ വ്യാപാരം നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ ജോലിയോട്, നിന്റെ ഫ്യൂച്ചറിനോട് പോരാടുന്ന അണലിയുടെ വ്യാപാരം ഇന്ന് രാത്രി കുടഞ്ഞിടുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ശക്തി. ഞാൻ പറഞ്ഞു വരട്ടെ പ്രിയമുള്ളവരെ, ആ ഭാഗത്തൊന്ന് രണ്ട് വ്യത്യസ്തമായ ദൂതുകൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുണ്ട്. ഞാൻ ആത്മനിറവിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. വർഷങ്ങളായി നീ അനുഭവിക്കുന്ന വേദന, ആമേൻ, ഒരു പലക കിട്ടി, അല്പം ആശ്വാസം കിട്ടി, നാം ഓർത്തു ഇവിടം കൊണ്ടെല്ലാം തീർന്നെന്ന്. ഇല്ല. കര കണ്ടു, നാം ഓർത്തു നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കിട്ടിയെന്ന്. ഇല്ല. കരയിൽ കയറിയപ്പോഴാണ് അടുത്തത് തണുപ്പാണ്. തണുപ്പ് മാറാൻ ആമെ വിറക് പറക്കി തീ കാഞ്ഞു. തീ കണ്ടപ്പോൾ ആമെ ചിലത് ഉള്ളിക്കിടന്നത് പുറത്തേക്ക് വരികയാ. അടുത്തത് ആമേൻ ചൂട് നിമിത്തം അണലി പൗലോസിന്റെ കയ്യെ കടിച്ചു തൂങ്ങി. എടുത്ത് വായിക്കേണ്ട, കേട്ടാ മതി. 28-ന്റെ 2-ാം വാക്യം, ആ ജന്തുവോ പൗലോസിന്റെ കയ്യെ കടിച്ച് തൂങ്ങി. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യെ ആമേ കടിച്ചു തൂങ്ങിയ ഒരു ജന്തു. ഞാൻ ആത്മനിറവിൽ ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിൽ ഇങ്ങനെ ദൂത് ഞാൻ പറയാം. കയ്യെ കടിച്ചു തൂങ്ങിയ ശക്തി, നിന്റെ കൈയുടെ നന്മയെ കടിച്ചു തൂങ്ങിയ ശക്തി, നിന്റെ കൈ കൊണ്ട് അധ്വാനിക്കരുത്, നിന്റെ കൈ കൊണ്ട് കൊടുക്കരുത്, നിന്റെ കൈ കൊണ്ട് വാങ്ങരുത്, നിന്റെ കൈ കൊണ്ട് നന്മ ഉണ്ടാകരുത്, നിന്റെ കൈ കൊണ്ട് ജീവിക്കരുത്, നിന്റെ കൈ കൊണ്ട് നിന്റെ കുടുംബം വിടുവിക്കപ്പെടരുത് എന്ന് പറഞ്ഞ നിന്റെ കൈയെ നാളുകളായി, വർഷങ്ങളായി ഈ പട്ടണത്തിൽ കാലുകുത്തിയ സമയം മുതൽ കടിച്ചു തൂങ്ങുന്ന സർപ്പത്തിന്റെ വ്യാപാരത്തെ ഇന്ന് രാത്രി കണ്ടു പേടിച്ച് ഓടിപ്പോകാനല്ല സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ സ്വന്തം പറയാമോ? ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാമോ? അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിക്കാമോ? ഇന്ന് രാത്രി അണലിയുടെ വ്യാപാരം നിന്റെ കൈയെ കടിച്ച്, നിന്റെ സാമ്പത്തിക വിഷയത്തെ കടിച്ച് നീ അധ്വാനിക്കുന്നുണ്ട്,
നീ ജോലി ചെയ്യുന്നുണ്ട്, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 2 ജോലി ചെയ്യുന്നു, പക്ഷെ ജീവിതത്തിൽ ശേഷിപ്പില്ലാതെ കടം വരുത്തി, നന്മ ഇല്ലായ്മ ചെയ്ത്, ഭാരിച്ച ചെലവുകൾ വരുത്തി, നിന്റെ കയ്യിൽ വരുന്നതിന് ഓട്ടസഞ്ചി പോലെ കൊണ്ടുപോകുന്ന, കയ്യെ കടിച്ചു തൂങ്ങിയ ദുഷ്ട വ്യാപാരം ഇന്ന് രാത്രി ജയം പ്രാപിക്കേണ്ടതിന് പോരാ ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിശ്വാസം ചെയ്താട്ടെ, ആത്മമണ്ഡലങ്ങളിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം, പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം. അപ്പോസ്തലനായ പൗലോസ് മെലിത്ത ദ്വീപിൽ അവൻ വിറക് തീ കായുമ്പോ അവൻ പറക്കിയെടുത്ത വിറക് നാളുകളും വർഷങ്ങളുമായി ചുറ്റി പറ്റി നിന്നതിനെ ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ വർഷങ്ങളായി ചുറ്റിക്കിടക്കുന്ന ശക്തി ഇന്ന് രാത്രി ഞാൻ ദൂതിങ്ങനെ പറയാം. സീസൺ എന്ന പോലെ തലപൊക്കിയിട്ട്, സീസൺ എന്ന പോലെ തലപൊക്കിയിട്ട് ഒരു പ്രത്യേക സീസൺ ഉണ്ട്. ഒരിക്കൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ചില മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പ്രാർത്ഥിപ്പാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ആ സഹോദരി പറഞ്ഞ പദം എങ്ങനെയാ, എൻ്റെ പാസ്റ്ററെ, അടുത്ത മെയ് മാസം വരികയാ, എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരമാ, എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭീതിയാ. ഞാൻ ചോദിച്ചു, മെയ് മാസത്തിന് എന്താ പ്രത്യേകത? ഒരു യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാ. ആ സഹോദരന്റെ 2 കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, മെയ് മാസം എന്ന് പറയുന്ന മാസം വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വേദനയുണ്ട്. അത് ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അവരിങ്ങനെ എന്നോട് പറഞ്ഞു, ഒന്നീ പണനഷ്ടം, അല്ലെങ്കിൽ മാനനഷ്ടം, അല്ലെങ്കിൽ ആരോഗ്യ നഷ്ടം, അല്ലെങ്കിൽ ആക്സിഡന്റ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ തകർച്ച. ഈ മെയ് മാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആ സഹോദരിയുടെ ഭാഗത്തുനിന്ന് പറയട്ടെ, ഒരു മെയ് മാസം ആ സഹോദരിയുടെ ശരീരത്തോടും തന്റെ കുടുംബത്തോടും പോരാടി നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, സീസൺ എന്ന പോലെ തലപൊക്കി ഊറ്റി കുടിച്ചിട്ട് സ്വസ്ഥാനങ്ങളിൽ പോയി പതുകിയിരിക്കുന്ന നാഗശക്തിയുടെ വ്യാപാരം ചില കുടുംബങ്ങളെ അടക്കി വാഴുമ്പോ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാ. ഇന്ന് രാത്രി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക മാസങ്ങളിൽ നിന്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയോട് പോരാടുന്ന ചില അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറേണ്ടതിന് കയ്യെ കടിച്ചു തൂങ്ങിയ ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, പുറത്തു നോക്കി ഒന്നും കാണാനില്ല, പക്ഷെ അകത്തളങ്ങളിൽ നീറുന്ന വിഷയങ്ങളുമായി, ബാധ്യതകളുമായി, കടഭാരവുമായി, ബാങ്കിന്റെ ബാലൻസ് തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലത് ഇതിനകത്ത് ഇന്ന് രാത്രിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ കയ്യെ കടിച്ചു തൂങ്ങിയ, നിന്റെ നന്മയെ കടിച്ചു തൂങ്ങിയ, നിന്റെ സ്വസ്ഥതയെ കടിച്ചു തൂങ്ങിയ, നിന്റെ ആരോഗ്യത്തെ കടിച്ചു തൂങ്ങിയ, നിന്റെ സാമ്പത്തികത്തെ കടിച്ചു തൂങ്ങിയ, നിന്റെ ശുശ്രൂഷ കടിച്ചു തൂങ്ങിയ ആ ദുഷ്ടശക്തിയെ കുടഞ്ഞിടുക തയ്യാറുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ ആത്മാവിൽ സ്വന്തം ചെയ്യുക, ശക്തിയോട് ആരാധിക്കേ, ആത്മാവിൽ ആരാധിക്കേ. ഇന്ന് രാത്രി ഇതിനകത്ത് ഊരി പിടിച്ച വാളുമായി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് രാത്രി ഏതോ കുടുംബത്തിന്റെ ശാപത്തെ, ഏതോ കുടുംബത്തിന്റെ രോഗത്തെ, ഏതോ കുടുംബത്തിന്റെ സാമ്പത്തിക തകർച്ച, ഏതോ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിനെ എതിർന്ന് വ്യാപിക്കുന്ന വ്യാപാരത്തിന്റെ തൊട്ട് ഇന്ന് രാത്രി ഒരു പ്രവാചകനല്ല, ഒരു പാസ്റ്റർ അല്ല, ഒരു വിസിറ്റിംഗ് പാസ്റ്റർ അല്ല, ഇന്ന് രാത്രി നീ തന്നെ കുടഞ്ഞിട, ഈ തീക്കകത്ത് വ്യാപരിക്കുന്ന ദൈവപ്രഭ തിരിച്ചറിഞ്ഞിട്ടൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യ്. ആ കരം നന്നായി തടിച്ച് ഇന്ന് രാത്രി നിന്റെ നന്മയെ തടിച്ചു തൂങ്ങുന്ന വ്യാപാരത്തെ സഹോദരിമാർ ആരാധിക്ക്. ഇന്നലെ വരെ നീ ചുമ്മിക്കൊണ്ട് നടന്ന, ഇന്നലെ വരെ നീ ഭാരപ്പെട്ട, നിനക്കൊരു നന്മയുണ്ടാകാതെ, നിനക്കൊരു ജോലി ഉണ്ടാകാതെ, നിനക്കൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാതെ, നിന്റെ കയ്യെ കെട്ടിയിരിക്കുന്ന, നിന്റെ കയ്യെ പൊട്ടയിട്ടൊഴിക്കുന്ന, നിന്റെ കയ്യെ ശാപം വരുത്തുന്ന അന്ധകാരത്തിന്റെ കെട്ട് ഇന്ന് രാത്രി സ്വർഗ്ഗം അഴിക്കട്ടെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പുറത്തിരിക്കുന്ന ആരെങ്കിലും നീ ശ്രദ്ധിക്കണ്ട, നീ ആത്മാവിൽ കർത്താവിനെ ചലിക്കട്ടെ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ഒരു സന്തോഷമുണ്ട്. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറഞ്ഞ ദൈവിക വെളിപ്പാട്. ഹല്ലേലൂയ. പട്ടണത്തിൽ നിന്നെ കൊണ്ടുവന്നു, പട്ടണത്തിലെ പല നന്മകളും നിനക്ക് തന്നു. പക്ഷെ ഇന്നും ഒരു ബാലൻസ് ഇല്ലാതെ നിന്നെ ഇട്ട വട്ടം പൂജ്യമാക്കുന്ന നിന്റെ കൈയുടെ നന്മയെ ഇന്ന് രാത്രി നിന്റെ ഇടങ്കലവും വലങ്കലവും കൈയുടെ വെള്ളം നോക്കിയിട്ട് പറ, നിന്നെ ഞാൻ ജയിച്ചിരിക്കുകയാ. ഓ റഹശബ്ദഖദുരി. വിശ്വസിക്കുന്നവർ ആത്മാവിസ്തോത്രം പറ. വർഷങ്ങളായി നിന്റെ കൈയെ ശൂന്യത വരുത്തുന്ന, നിന്റെ കൈക്ക് കോട്ടയിടുന്ന ദുഷ്ടവ്യാപാരത്തിന്റെ കെട്ട് നീ എന്തൊക്കെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ ആമേ നീ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ആമേ നീ ആരോടും തുറന്നു പറയുന്നില്ല. നീയും നിന്റെ ഭാര്യയും നീയും നിന്റെ ഭർത്താവും മാത്രം അറിയാവുന്ന ചില തകർച്ചയുടെ കരങ്ങൾ ഇന്ന് രാത്രി സ്വർഗം കാണിക്കുകയാ എന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി യോഗത്തിൽ വിളിച്ചു പറയുന്നു. അതിനെ കുടഞ്ഞിടുന്ന അഭിഷേകം ഇന്ന് രാത്രി ആമേ പ്രാപിച്ചെടുക്കാൻ തയ്യാറാകെ. അപ്പോസ്തലപ്രവൃത്തി 28-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന് ആ ജന്തുവിനെ കുടഞ്ഞു തീയിലിട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുടഞ്ഞിടാൻ തയ്യാറുള്ള ദൈവജനം കർത്താവിനെ ആരാധിക്കട്ടെ. അന്യായ ദുഃഖങ്ങൾ, അന്യായ ബന്ധനങ്ങൾ, വർഷങ്ങളായി നിന്നോട് പോരാടിയ പോരാട്ട ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മനിറവിനെ വിളിച്ചു പറയുകയാ. കരമുയർത്തി. ആദ്യത്തെ പോരാട്ടം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ കൈയെ കടിച്ചു തൂങ്ങി കിടക്കുകയാ. നിങ്ങൾ നോക്കുക, ആമേൻ. വിറക് പറക്കിയെടുത്തതാ, പക്ഷെ വിറകിൽ ചുരുണ്ടിരിക്കുന്ന ശക്തി കയ്യെ കടിച്ചു, കയ്യെ തൂങ്ങി കിടക്കുകയാ. ഇത് കണ്ടിട്ട് അവിടെയുള്ള ബർബരന്മാർ ഓടി വന്നു. ബർബരന്മാർ തമ്മിൽ പറഞ്ഞു, ഇവന് കുലപാതകൻ. കാരണം നീതി ദേവി പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടു, കടലിൽ വെച്ച് മരിക്കേണ്ടവൻ, വെള്ളം കുടിച്ചു മരിക്കേണ്ടവൻ. ആമെ കപ്പലിന്റെ പലകകൾ ഇളകി കപ്പൽച്ചകത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഇവനും മരിക്കേണ്ടവൻ. പക്ഷേ എങ്ങനെയോ രക്ഷപ്പെട്ടു. അടുത്തത് ബർബരന്മാർ പറയുക, ബുദ്ധിഹീനന്മാർ, വിവരമില്ലാത്തവർ, ദർശനമില്ലാത്തവർ, പ്രാർത്ഥനയില്ലാത്തവർ. പൗലോസിന്റെ മുഖത്തൊക്കെ പറയുക, ഇവൻ കുലപാതകനാ, അല്ലെങ്കിൽ ഇവനിത് സംഭവിക്കുക ഇല്ലായിരുന്നു. ഇന്ന് രാത്രി എന്റെ പ്രസംഗത്തിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം. ഒന്നാമത്തെ പദം നന്മയെ പിടിച്ചു ബന്ധിച്ചെങ്കിൽ രണ്ടാമത്തെ പദം ഇവിടെ ദൈവാത്മാവിനെ ഇങ്ങനെ പറയട്ടെ, നിനക്കെതിരെ, അഭിഷിക്തന്മാർക്കെതിരെ, പ്രാർത്ഥിക്കുന്നവർക്കെതിരെ, ഉപവസിക്കുന്നവർക്കെതിരെ, ദൈവസഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ അപവാദം പറയുന്ന ഒരു ദുഷ്ടശക്തി പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ അപവാദം പറയുന്നു. ആ അപവാദം എന്താണ്? ഇവന് കുലപാതകനാണ്. വാസ്തവത്തിൽ പൗലോസ് കുലപാതകനല്ല. വാസ്തവത്തിൽ പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ദൈവത്തെ ശരീരം കൊണ്ടും ശരീരം കൂടാതെയോ സ്വർഗത്തിലെ നന്മകൾ തിരിച്ചറിഞ്ഞവൻ, വെളിപ്പാടുള്ളവൻ, ദർശനത്തിന്റെ ആധിക്യമുള്ളവൻ, അപ്പോസ്തല ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ളവൻ, സകലതും ചപ്പും ചവറുമെന്ന് എണ്ണിയവൻ, 62 കോടി രൂപയുടെ രൂപയുടെ ആസ്തിയുള്ളവൻ, 2-3 കപ്പലിന്റെ ഉടമ. ഇതൊക്കെയും വേണ്ടെന്ന് വെച്ചിട്ട്, ഇതൊക്കെയും ഉപേക്ഷിച്ചിട്ട് ഒരു തോൾ സഞ്ചി തോളിലിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ, കണ്ണിൽ കൂടെ വരുന്ന വെള്ളവും മുഷിഞ്ഞ വാടയും അത് നിമിത്തം ഈ ശൂലം മാറ്റിത്തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, ഇത് ബലഹീനതയിൽ തികഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ കണ്ണുകൊണ്ട് നോക്കിയ സൗഖ്യം വരുന്ന, ആ കണ്ണുകൊണ്ട് നോക്കിയ ഭൂതങ്ങൾ വിട്ടുപോകുന്ന, ആ കണ്ണുകൊണ്ട് നോക്കിയ രോഗികൾ വിടുവിക്കപ്പെടുന്ന ശുശ്രൂഷയുള്ളവൻ, ദർശനമുള്ളവൻ, ഒരു കപ്പൽ ചേതത്തിൽ അകപ്പെട്ടിട്ട് പ്രാണന് ഹാനി വരാതെ കരയ്ക്ക് കയറ്റിയെങ്കിൽ ബർബരന്മാർ പറയുന്നു, പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, ദൈവദാസന്മാരെ, അഭിഷിക്ത കുടുംബമേ, ഈ പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്നു. ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞില്ലേ? ഒറ്റയ്ക്ക് ഉപവസിച്ചില്ലേ? ആരും സഹായമില്ലാതെ ഇവിടുത്തെ നേതൃത്വ നിരകൾ, ഇവിടുത്തെ പാസ്റ്റർമാരുടെ യൂണിറ്റ്, ഇവിടുത്തെ വിശ്വാസികളുടെ യൂണിറ്റ്, ഇതൊക്കെ നിന്നെ തള്ളിയില്ലേ? പലരും നിന്നെ കണ്ടില്ലെന്ന് നടിച്ചില്ലേ? പലരും നിന്നെ ഉപേക്ഷിച്ചില്ലേ? നിന്നെ എടുത്ത് ചണ്ടി പോലെ പുറത്തെറിഞ്ഞില്ലേ? നീ ശരിയാകത്തെന്ന് പറഞ്ഞില്ലേ? നിനക്കെതിരെ അപവാദം പറഞ്ഞില്ലേ? നിന്റെ ശുശ്രൂഷയ്ക്ക് അപവാദം പറഞ്ഞില്ലേ? നിന്റെ സഭയ്ക്കെതിരെ അപവാദം പറഞ്ഞില്ലേ? ഇന്ന് രാത്രിയിൽ ആരോ ദൈവാത്മാ പറയുന്നു, കുടഞ്ഞിടാൻ തയ്യാറാക്.
കുടഞ്ഞിടാൻ തയ്യാറാക്. വെച്ചോണ്ട് പോകരുത്. നിന്റെ ഹൃദയത്തിനകത്ത് മുറിപ്പാട്, നീ കേട്ട നിന്ന, നീ കേട്ട പരാജയം, നിന്റെ മിനിസ്ട്രിയോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ കുഞ്ഞുങ്ങളോട് ആമേ സമൂഹം പറഞ്ഞത്, ബർബരന്മാർ പറഞ്ഞത് ഇന്ന് രാത്രി ചുമ്മിക്കൊണ്ട് പോകരുത്. ഇവിടെ കുടഞ്ഞിട്, ഇവിടെ കുടഞ്ഞിടാൻ തയ്യാറാക. ഇന്ന് രാത്രി ഇതിനകത്ത് തീ കത്തുകയാ. അപവാദം പറയുന്ന ശക്തി, പ്രാർത്ഥിക്കുന്ന വീണ്ടെടുക്കപ്പെടുന്ന ദൈവത്തിന്റെ വൈതലേ, ഇന്ന് രാത്രി ആത്മനിറവിനെ വിളിച്ചു പറയുക. നിനക്കെതിരെ അപവാദം പറയുന്ന ശക്തി, നീ നടത്തുന്ന യോഗത്തെക്കുറിച്ച് അപവാദം പറയും, നിന്റെ സഭയെക്കുറിച്ച് അപവാദം പറയും. ഇതൊക്കെ ദർശനമില്ലാത്തവന്റെ സ്വഭാവമാണ്. കാരണം കുന്തമെടുത്തത് ശൗല, ദാവീദല്ല. ദാവീദ് ശൗലിന്റെ കുന്തം കണ്ടിട്ട് ആമേൻ അവൻ വായിക്കാതിരുന്നില്ല, കിന്നരം വായിക്കാതിരുന്നില്ല. അവൻ വീണ്ടും കിന്നരം വായിച്ചുകൊണ്ടേ ഇരുന്നു. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ആമേൻ, ഈ പ്രാർത്ഥനയിൽ ചിലത് പൊങ്ങി വരാൻ പോകുക. ചില നാളുകളായി നിന്റെ കണ്ണിന് വെളിപ്പെടാതിരുന്നത്, ആമേ വിറകഷ്ണത്തിന്റെ ഇടയിൽ കിടന്നത്, ആമേ മണ്ണിന്റെ അടിയിൽ വീഴുന്നിരുന്നത്, ഈ പ്രാർത്ഥന കഴിയുമ്പോ, ഈ കൺവെൻഷൻ കഴിയുമ്പോ, ഇന്ന് വരെ നിന്നെ ദണ്ഡിപ്പിച്ച, നിനക്കെതിരെ അപവാദം പറഞ്ഞ, നിന്റെ കൈയുടെ നന്മയെ ചോർത്തിക്കളഞ്ഞ, നിന്റെ കുഞ്ഞുങ്ങളുടെ അപവാദം പറഞ്ഞ, നിന്നെ തെറ്റിദ്ധാരണക്കാരനാക്കി നിന്റെ സമൂഹത്തിൽ വിധി എഴുതിയ ചില ബർബര ശക്തിയോട് കർത്താവ് കണക്ക് പറയാൻ പോകുക. ഇന്ന് രാത്രി ചില ബർബര ശക്തികൾ നിന്റെ ആമേ ജീവിതത്തിന് നേരെ തലപൊക്കി നിൽക്കുമ്പോ, അപവാദം പറയുന്ന ദുഷ്ടശക്തിയുടെ നടുവിൽ ഇന്ന് രാത്രി എത്ര വിശ്വസിക്കാൻ കഴിയോ? ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവിങ്ങനെ പറയുന്നു, നാളിതുവരെ നിനക്കെതിരെ നിൽക്കുന്ന ബർബര വ്യാപാര മണ്ഡലങ്ങൾ, അപവാദത്തിന്റെ ശക്തി ഇന്ന് രാത്രി അഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞ എത്ര പേർക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയോ? ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, നിന്റെ കുടുംബത്തെ അറിയുന്ന ദൈവമുണ്ട്, നിന്റെ ജോലി അറിയുന്ന ദൈവമുണ്ട്, നിന്റെ ഓഫീസിനെ അറിയുന്ന ദൈവമുണ്ട്, നിന്റെ സഭ അറിയുന്ന ദൈവമുണ്ട്, നിന്റെ മിനിസ്ട്രി അറിയുന്ന ദൈവമുണ്ട്, നിന്റെ ഭാര്യ അറിയുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഞാനതിനെ കുടഞ്ഞിടും. പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ചിലതിന്റെ കൂടെ ദൈവം ഇന്ന് രാത്രി കരം പിടിക്കാൻ പോകുകയാ. ഇനി നീ ഒറ്റക്കല്ല സഹോദരി, ഇനി നീ ഒറ്റക്കല്ല സഹോദര. പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ സഹോദര, സഹോദരി, ഇന്ന് രാത്രി നീ ഒറ്റക്കല്ല. നിന്റെ വലങ്കരം പിടിക്കുന്ന ദൈവം, നിന്നെ അറിയുന്നൊരു ദൈവം, നിന്നെ നിന്ദിച്ചവരുടെ, നിന്നെ വിധി എഴുതിയവരുടെ, നിന്നെ പരിഹസിച്ചവരുടെ, നിന്നെ മാർക്കിട്ട് മാറ്റി നിർത്തിയവരുടെ ഈ പട്ടണത്തിൽ നീ കച്ചു പിടിക്കയില്ല. നിന്റെ സഭ വളരത്തില്ല, നിനക്കൊരു ശുശ്രൂഷയില്ല. കൂടി വന്ന 6 മാസം ഇത് കഴിയുമെന്ന് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ് അപവാദം പറയുന്ന ചില ഈ സഭയിലെ ശക്തികൾ, ഈ സഭയിലെ ശക്തികൾ പ്രാപിച്ചെടുത്ത് സ്വന്തം ചെയ്യേ. ഇന്ന് രാത്രി പട്ടണത്തിൽ നടുക്കി വാഴുന്ന ചില ഈ സഭയിലെ ശക്തികൾ, രക്തദാഹികളായിരിക്കുന്ന ഈ സഭയിലെ ശക്തികൾ ഇന്ന് രാത്രി ഇതിനകത്തു നിന്ന് ചിലതിനെ വിട്ടു മാറിപ്പോകുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. പ്രാപിച്ച് ചെയ്യപ്പെടുക്ക്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചില ജോർദാനുകൾ ഇന്ന് രാത്രി വഴിമാറാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആത്മാവി കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. നാളുകൾക്ക് മുമ്പേ നിന്റെ തലയ്ക്കും ഇത് ഒഴുകി കലക്കവെള്ളം പോലെ അടിസ്ഥാനം കാണാൻ കഴിയാതെ, അകത്തളം കാണാൻ കഴിയാതെ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ആമേൻ ദൈവദാസന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു, തലേ കൈവച്ചു, ആലോചന പ്രാപിച്ചിട്ടും ഒരു നീക്കുപോക്കില്ലാത്ത ചില വിഷയങ്ങൾ ഇന്നും നിന്റെ കയ്യെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നെങ്കിൽ, ആമേൻ, ജോലിയിലും ദൈവസഭയ്ക്കകത്തും നിന്റെ വീടിനകത്തും നിനക്കെതിരെ അപവാദം പറയുന്നെങ്കിൽ 28:5 ഇങ്ങനെ പറയുന്നു, പൗലോസ് ആ ജന്തുവിനെ കുടഞ്ഞ് തീയിൽ ഇട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് മടങ്ങി വരട്ടെ. ആമേൻ, നീ അത് ഏറ്റുപിടിക്കരുത്, നീ അതിന്റെ പുറകെ പോകരുത്. ഇന്ന് രാത്രി കുടഞ്ഞ് തീയിടാൻ തയ്യാറായ അഭിഷേകം നിന്നെ തൊടുകയാ. ബന്ധനം ദൈവം അഴിക്കാൻ പോകുകയാ. നിന്റെ നിന്നത ഉരുട്ടി മാറ്റാൻ പോകുകയാ. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. 2 പദങ്ങൾ, 3-ാമത്തെ പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. ആ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. വാക്യത്തിനകത്ത്
ജോർദാനെ കടക്കണം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട്, ജോർദാനെ കടക്കണം. ജോർദാൻ എന്താണെന്ന് രാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വരാത്ത പ്രിയപ്പെട്ടവർ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ വേണ്ട, വീട്ടിൽ പോകുന്ന വഴിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേതായ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം പൗലോസിന്റെ കൂടെ ഇരുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവന്റെ കയ്യെ കടിച്ചു തൂങ്ങിയ ശക്തിയെ അവൻ കുടഞ്ഞിട്ടു. രണ്ട്, അവൻ അപവാദം പറയുന്ന കുലപാതകൻ എന്ന് പറയുന്ന അപവാദിയായ പിശാചിനെ അവൻ കുടഞ്ഞിട്ടു. മൂന്ന്, ആമേൻ, പെട്ടെന്ന് വീർക്കുകയോ ചത്തു വീഴുകയോ ചെയ്യും എന്ന് പറഞ്ഞ് അവർ കൂട്ടം കൂടി നോക്കി നിന്നു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ മരണം കാണാൻ കൊതിക്കുന്ന ഒരു ശക്തി. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അയ്യോ, ദൈവം മിണ്ടാതിരിക്കുന്നു. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. നാളുകളായി നിന്റെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിശുദ്ധിക്കും വേർപാടിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ, ആമേൻ, പലതും വിട്ടു, പലതിനെ ഉപേക്ഷിച്ചു, കർത്താവ് മതി എന്ന് പറഞ്ഞ് ഈ മരുഭൂമിയിൽ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് മാറി പല ക്ലേശങ്ങൾ, അനുഭവങ്ങൾ നീ അനുഭവിക്കുമ്പോൾ ഇന്ന് രാത്രി മൂന്നാമത് പൗലോസിന്റെ കൂടെ ഇന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുന്ന വിഷയം ഇതാണ്. ഒന്ന്, കയ്യെ കടിച്ചു തൂങ്ങിയത്. രണ്ട്, അപവാദം പറഞ്ഞത്. ശ്രദ്ധിക്കൂ, രണ്ട്, അപവാദം പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറുകയാണ്. കാരണം സമയം മുമ്പോട്ട് പോകുന്നു. ലഭിച്ച സമയത്തിനുള്ളിൽ ഇതെനിക്ക് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. മൂന്നാമത്തെ പദം, ദൈവം കൂടെ ഇരുന്ന യഹോവയായ ദൈവം അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരുന്ന പൗലോസിന്റെ മുമ്പിൽ വന്ന മൂന്നാമത്തെ പരീക്ഷ പെട്ടെന്ന് വീർക്കുകയോ. കാരണം ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ റിസൾട്ട് ഇതാണ്, മരണമാണ്, ജയമല്ല, മരിക്കുകയാണ്. മരണം വെറുതെയുള്ള മരണമല്ല, പെട്ടെന്ന് അങ്ങ് വീർക്കും. കണ്ണും മൂക്കും നാക്കും കൈയും കാലും എല്ലാം വീർക്കും. ഒരു വലിയ ശരീരമായി വന്നിട്ട് അവിടെ തന്നെ വീഴുകയാണ്. ഇതിന്റെ പ്രത്യേക മെഡിസിൻ ഇല്ല. ആ മെഡിസിൻ ഇല്ലാത്ത പട്ടണത്തിൽ ഈ അണലി കടിച്ചാൽ അനേകര് ചത്തിട്ടുണ്ട്. ഈ അണലി കടിച്ചവരെല്ലാം തീർന്നുപോയി. അവിടെ ആരും ജീവിച്ചിരുന്നിട്ടില്ല. ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, മെലീത്ത പട്ടണത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കാറില്ല. അഥവാ ജനിച്ചു കഴിഞ്ഞാൽ അംഗവൈകല്യമുള്ളവരെ തീരും. അതെവിടെ എഴുതിയെന്ന് ചോദിച്ചാൽ ഞാൻ പുസ്തകത്തിൽ വായിച്ച കഥയാണ്. ശാപം പിടിച്ച പട്ടണത്തിൽ, ശാപം പിടിച്ച മണ്ണിൽ ഒന്നും പുഷ്ടിയോടെ വളരാതെ ശാപം പിടിച്ചതായ ഈ സ്ഥലത്ത്, മെലീത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ പാമ്പ് അനേകരുടെ നന്മയെ കൊത്തിത്തിന്നു, അനേകരുടെ ജീവനെ അപകരിച്ചു കളഞ്ഞു. അനേകരെ ജീവിതത്തിൽ നിന്ന് ചെറുപ്പത്തിൽ വെച്ച് തന്നെ തീർത്തു കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാ അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ ഈ പാമ്പ് കടിച്ചത്. അവിടുത്തെ നിയമമനുസരിച്ചു, അവിടുത്തെ പരിചയമനുസരിച്ചു, ബർബരന്മാരുടെ അറിവനുസരിച്ചു അവർ പറഞ്ഞു, ഇവൻ ഇപ്പൊ ചാകും, ഇവൻ വീണ് ചാകുന്നത്, വീർക്കുന്നത്, ഇവൻ താഴെ വീണ് മരിക്കുന്നത് കാണാൻ കൂട്ടം കൂടിയ ഒരു കൂട്ടം സമൂഹം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്ന സമയം മുതൽ അല്ല, ചില നാളുകളായി, വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ പ്രത്യേക രോഗങ്ങൾ, ക്യാൻസറുകൾ, അതുപോലൊക്കെയുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ, അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ പലതും നിന്റെ ശരീരത്തെ കടത്തിവിട്ട് ഈ പട്ടണത്തെ കാർന്നു തിന്നുന്ന മാരക രോഗങ്ങൾ നിന്റെ കുടുംബത്തിനെ കടത്തിവിട്ട് നിന്നെ കൊന്നുകളയും, നിന്നെ അവസാനിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു മരണയോദ്ധാന ശക്തി ഇന്ന് രാത്രിയിൽ പൗലോസ് മുന്നിൽ കണ്ടു, കണ്ണാലെ കണ്ടു, കയ്യിൽ കടിച്ചു കിടക്കുകയാ. ഏത് സമയവും പൗലോസ് മരിക്കുക. അവിടെ കടി കൊണ്ടവരെല്ലാം മരിച്ചിട്ടുണ്ട്. പക്ഷെ മരണം കാണാൻ കൊതിച്ചു നിൽക്കുന്ന, മരണം വീക്ഷിക്കുന്ന സമൂഹത്തിന്റെ നടുക്ക് 28:5 അവനോ ആ ജന്തുവിനെ കുടഞ്ഞ് തീയിൽ ഇട്ടു. ഇന്ന് രാത്രി ആരോ പറഞ്ഞേ, ഇവിടെ കൊണ്ട് തീരും, എന്റെ അപ്പൻ 60 തീർന്നു, ഞാനും 60 തീരും. ആരാ പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങൾ തീർന്നുപോയി? ആരാ പറഞ്ഞ് ഇവിടെ കൊണ്ട് അവസാനിച്ചു? ആരാ പറഞ്ഞ് രക്ഷപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞ് നിനക്കൊരു ഭാവിയില്ലെന്ന്? ആരാ പറഞ്ഞ് 10 വയസ്സിന് 40 വയസ്സിന് അപ്പുറം നീ ജീവിച്ചിരിക്കത്തില്ലെന്ന്? എന്നാൽ ഇന്ന് രാത്രി ആ പറയപ്പെട്ട രേഖയെ മുഖത്തൊട്ട് താഴെ വരെ കീറിക്കളയുന്ന ഒരു പ്രത്യേക അഭിഷേകം യേശുവിന്റെ ആത്മാവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യേ. നിന്റെ കിടക്കയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, നിന്റെ കിടക്കയിൽ രോഗസൗഖ്യം ഇപ്പോൾ വ്യാപരിക്കപ്പെടുകയാ. നീ കിടക്കുന്ന കിടക്കയിൽ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിനെ തൊടുകയാ. ഇന്ന് രാത്രി അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പറ, ഞാൻ ഈ രോഗത്തെ, ഞാൻ ഈ സാത്താനെ, ഞാൻ ഈ ബന്ധനത്തെ അഭിഷേകത്തിലുള്ള തീക്കകത്ത് കുടഞ്ഞിടുകയാ. കരമടിച്ച് സ്തോത്രം ചെയ്യേ.
കരമടിച്ച് സ്വന്തം ചെയ്യുക. ഇന്ന് രാത്രി പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവത്തെ വിശ്വസിക്കുന്നവർ, പിതാക്കന്മാരുടെ കൂടെ ദൈവത്തെ ആരാധിക്കുന്നവർ ഇന്ന് രാത്രി സ്വന്തം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പിതാക്കന്മാർ അല്ലെങ്കിൽ ഞാൻ മോശയുടെ കൂടെ ഇരുന്ന ദൈവം. കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം മോശയുടെ കൂടെ ഇരുന്ന ദൈവമാണ്. അടുത്തിരിക്കെ കരം തൊട്ട് പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന വാമൂട്ടിയിരിക്കുന്നവരെ തൊട്ട് വിളിച്ച് പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്ത് നടക്കട്ടെ, ഞാനിങ്ങനെ ഇരിക്കുക, ഞാനിത് നോക്കാൻ വേണ്ടി വന്നതാ. കുഞ്ഞെ, നിന്നെ ഇന്ന് രാത്രി കർത്താവ് തൊട്ടേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കുക. മോശയുടെ കൂടെ ഇരുന്ന ദൈവം. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു, അപ്പം ഇല്ലാതെ ജനം കരഞ്ഞപ്പോൾ, ഇറച്ചി ഇല്ലാതെ ജനം കരഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവം ഇറച്ചി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ഈ ജോർദാൻ എങ്ങനെ വഴിമാറും? ഇപ്പോൾ ഈ നാം നിൽക്കുന്നത് ജോർദാന്റെ ഇക്കരയാ, അക്കരയല്ല. അക്കരെ വാഗ്ദത്ത ഭൂമിയാ. പക്ഷെ വാഗ്ദത്തങ്ങളിലേക്ക് കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞ് വാഗ്ദത്തങ്ങൾക്കും നിനക്കും നടുക്കൂടെ ഒഴുകുന്ന ഈ ജോർദാനെയാ പിളർക്കേണ്ടത്, അതിന്റെ വഴിയാ മാറിപ്പോകേണ്ടത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഇന്നലെ പറഞ്ഞ ഒരു വാക്കൂടെ കടമെടുത്ത് ഇന്ന് രാത്രിയിൽ വന്ന പ്രിയപ്പെട്ടവർ കൂടെ അറിവിന് വേണ്ടി ഒരു ദൂതായിട്ട് ഞാൻ പറയാം. ചെങ്കടൽ ഒരു നദിയല്ല, അതൊരു കടലാണ്. കടലായ ചെങ്കടലിനെ വിഭജിച്ച ദൈവത്തിന് നിന്റെ മുമ്പിൽ കിടക്കുന്ന ഈ നദിയായ ഈ ജോർദാനെ വിഭജിക്കാൻ കഴിയത്തില്ലേ? ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ദൂത് പറയാം. ഇന്നലെ നീ കടന്നുപോയ മേഖല ഏത് വലുതായാലും, ഏത് ആമേൻ താങ്ങാൻ കഴിയാത്ത മേഖലയായാലും, ഇന്ന് രാത്രി അതിനെ ആമേൻ വഴി തുറന്നിട്ട് അതിനകത്തൊരു പുതുവഴി തുറന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തിന് ഇന്ന് നിന്റെ തലവേദന മാറ്റാൻ, നിന്റെ നിന്ന മാറ്റാൻ, നിന്റെ പരാജയം മാറ്റാൻ, നീ അനുഭവിക്കുന്ന വേദനകൾ അത് മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയില്ലേ? എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ സ്വതന്ത്രം പറ. നമ്മുടെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ സ്വതന്ത്രം പറയാതെ. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച പദം ഇങ്ങനെയാണ്: ഈ ജോർദാൻ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: പെട്ടകമെടുക്കുന്ന ലേവിയെ അവന്റെ പെട്ടകത്തെ കാണുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം വിട്ട് പുറപ്പെട്ട് അവന്റെ പിന്നാലെ എന്ത് ചെയ്യണം? ചെല്ലണം. ഒരാമേ പറഞ്ഞേ. ആമേൻ. അവന്റെ പിന്നാലെ ചെല്ലണം. ഞാൻ ഓർപ്പിച്ചു, മുന്നാലെ അല്ല ചെല്ലേണ്ടത്, പിന്നാലെ ചെല്ലണം. നമ്മൾ പലപ്പോഴും ആമേൻ എന്തിന്റെയും മുന്നിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. സഭയിലാണെങ്കിൽ നമുക്ക് മുന്നേ പോകണം, വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് മുന്നേ പോകണം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അച്ഛനേക്കാൾ മുമ്പേ എനിക്ക് പോകണം എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്നാൽ ഇവിടെ പറയുകയാണ്, വിഷയത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നീ പെട്ടകത്തിന്റെ മുന്നേ പോകരുത്. മുന്നേ പോയാൽ മുന്നിൽ കലങ്ങി മറിയുന്ന ഒരു ജോർദാന കിടക്കുന്നത്. ജോർദാനിൽ പ്രത്യേകതയുണ്ട്. ഇതിന്റെ അടിത്തട്ടിൽ പോയതൊന്നും ഇന്നുവരെ മടങ്ങി വന്നിട്ടില്ല, ഇന്നുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഉദാഹരണം പഴയ നിയമത്തിൽ തന്നെ കിടപ്പുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന വിഷയം ഇതാണ്: ആമേൻ പ്രവാചകന്റെ ശിഷ്യൻ വിറക് തടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടം വാങ്ങിയ മഴു കയ്യിൽ നിന്ന് തെറിച്ച് ജോർദാന്റെ അകത്തട്ടിൽ പോയി. ജോർദാന്റെ അകത്തട്ടിൽ പോയിട്ട് ചെളിക്കകത്ത് പൂണ്ടുപോയ ആയുധം അവർ കരയ്ക്ക് നിന്ന് ആവശ്യപ്പെട്ട് നോക്കി. പക്ഷെ എവിടെ വീണെന്ന് അറിയത്തില്ല. അടുത്ത ദൂത് പ്രവാചകനോട് പറഞ്ഞ പദവിതാ: ഞാൻ കടം വാങ്ങിയത് തിരിച്ചു ചെല്ലുമ്പോൾ ഈ കോടാലി തിരിച്ചു കൊടുക്കണം, അതിന്റെ കടം കൊടുക്കണം. പക്ഷേ ഇത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ദൈവത്തിന്റെ ദാസൻ ഒരു കൊമ്പ് വെട്ടി ആ കോടാലി വീണ ഭാഗത്ത് എറിഞ്ഞപ്പോ ആ ചതുപ്പിനകത്ത് വർഷങ്ങളായി വിട്ടുകൊടുക്കാതെ പലതിനെ തിന്നുമുടിച്ച് വേലിയേറ്റം സംഭവിച്ച് വേലിയിറക്കം സംഭവിച്ച് ഇസ്രായേലിന്റെ നന്മയെ മുഴുവനും അടിത്തട്ടിക്കൊണ്ട് ഒഴുക്കിക്കളഞ്ഞ ജോർദാന്റെ അടിത്തട്ടിൽ ചെളിക്കകത്ത് കൊണ്ടുപോയത് നിസ്സാര കമ്പിന്റെ വെളിച്ചത്തിൽ, ഒരു ചുള്ളിക്കമ്പിന്റെ വെളിച്ചത്തിൽ ഇത് പൊങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വാസം പറയട്ടെ, പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്: ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു. ഇന്ന് രാത്രി ആ കൊമ്പ് വെട്ടി നിന്റെ പരാജയത്തെ എറിയ, നിന്റെ തകർച്ച എറിയ, നിന്റെ ഇല്ലായ്മ എറിയ. ഇന്ന് രാത്രി നീ തയ്യാറായോ? ഇന്ന് രാത്രി ഇതുവരെ കാണാത്ത, ഇതുവരെ നഷ്ടപ്പെട്ടു പോയത്
ഈശായുടെ കൊമ്പിൽ നിന്ന്, ഈശായുടെ കുറ്റിയിൽ നിന്ന് പൊട്ടി വീണ ആ കൊമ്പ് നിമിത്തം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുക. ഇതൊരു ദൂതാണ് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രാസമല്ല പറയുന്നത്. ഇന്ന് രാത്രി ഏതോ തിയോളജി അല്ല പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രവചനാണ്ടാവി കർത്താവിനോട് ദൂത് പറയുക. നഷ്ടപ്പെട്ടു പോയത്, ചെളിക്കകത്ത് പോയത്, ഇനി തരത്തിലെന്ന് പറഞ്ഞ് വാദിച്ചത്, ഇനി വിടുതലില്ലെന്ന് പറഞ്ഞത്, ഇന്ന് രാത്രി ആ യേശുവിനെ കൊണ്ട് നിന്റെ മേൽ വീട് കഴിയുമ്പോ ഇന്ന് രാത്രി ചെന്ന് പൊങ്ങി വരാൻ പോകുകയും ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ, അടുത്ത ദിവസം ജോലി സ്ഥലത്ത് ചെല്ലുമ്പോ ചെന്ന് പൊങ്ങി വരാൻ പോകുകയും, നിന്റെ സഭയിൽ ചെന്ന് പൊങ്ങി വരാൻ പോകുകയും, നിന്റെ കുടുംബത്തിൽ ചെന്ന് പൊങ്ങി വരാൻ പോകുകയും, പിശാച് ബന്ധിച്ചതിന്, യോർദാൻ മുക്കിക്കളഞ്ഞതിന് ഇന്ന് രാത്രി വഴി മാറാൻ പോകുകയും. കരമടിച്ചാരാധിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ബോധ്യമുണ്ട് കർത്താവിനോട് സംസാരിക്കുന്നു? ജോർദാന്റെ ചരിത്രത്തിൽ ഒരു കൊമ്പും തിരിച്ചു വന്നിട്ടില്ല. അത് മാത്രമല്ല, ഒരു കമ്പ് വെട്ടിയിട്ടാൽ ഇരുമ്പ് പൊങ്ങത്തില്ല. ആമേൻ. പക്ഷെ ഇട്ട കമ്പ് കൊന്നയല്ല, ഇട്ട കമ്പ് മാവിന്റെ അല്ല, ഇട്ട കമ്പ് പുളിയുടെ അല്ല, ഇട്ട കമ്പ് പൂവരശിന്റെ അല്ല, ഇട്ട കമ്പ് തേക്കിന്റെയും ഈട്ടിയുടെ അല്ല, ഇട്ട കമ്പ് കരിവേലകത്തിന്റെ അല്ല, ഇട്ട കമ്പ് ഹല്ലേലൂയ ഏതെങ്കിലും വിശേഷപ്പെട്ട ഒരു കമ്പല്ല. ഇട്ട കമ്പ് യെശയ്യാ വിളിച്ചു പറഞ്ഞു, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു വെളിപ്പാട് ഞാൻ പറയുകയാ. നഷ്ടങ്ങളുടെ മേൽ, തകർച്ചയുടെ മേൽ മുക്കിക്കളഞ്ഞ, നിന്റെ നന്മ അപകരിച്ച, നിന്റെ ആയുധത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ ഉപജീവനത്തെ ബന്ധിച്ച് കുഴിക്കകത്ത് കൊണ്ടുപോയി പൂട്ടുകളഞ്ഞ ഏതു ശക്തിയെയും തിരിച്ചു വരുത്തുന്ന യേശു എന്ന നാമമെന്ന കൊമ്പ് ഇന്ന് രാത്രി പറഞ്ഞാട്ട്, in the name of Jesus. യേശുവേ, വാതുറന്ന് പറഞ്ഞാട്ട് യേശുവേ, വാതുറന്ന് പറഞ്ഞാട്ട് യേശുവേ. എത്രത്തോളം വീട്ടിൽ വിളിക്കാമോ അത്രത്തോളം വീട്ടിൽ വിളിക്കുക. യേശുവേ, അയ്യോ എന്ന് കരടിനേക്കാൾ എത്രയോ നല്ലതാ, അയ്യോ എന്ന് നിലവിളിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇന്ന് രാത്രി യേശുവേ, ഇന്ന് രാത്രി യേശുവേ എന്ന് പറഞ്ഞാട്ട് ആ കൊമ്പ് നിന്റെ വിഷയത്തിന്റെ മേൽ വീഴാൻ പോകുകയാ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ മേൽ വീഴാൻ പോകുകയാ, നിന്റെ ജോലിയുടെ വിഷയത്തിന്റെ മേൽ വീഴാൻ പോകുകയാ, നിന്റെ വിവാഹത്തിന്റെ വിഷയത്തിന്റെ മേൽ വീഴാൻ പോകുകയാ, ചില ക്യാൻസറിന്റെ മേൽ വീഴാൻ പോകുകയാ, രോഗസൗഖ്യം പൊങ്ങി വരാൻ പോകുകയാ. ആത്മാവിൽ പറഞ്ഞാട്ട് യേശുവേ. എനിക്കിത് പറയുമ്പോൾ അകത്തളങ്ങളിൽ ആരാധന വെളിപ്പെടുന്നു. ഇന്ന് രാത്രി പ്രാപിക്കുന്ന ചിലത് എന്റെ മുമ്പിലുണ്ട്. അവർ ചലിച്ചുകൊണ്ടിരിക്കുകയാ. അവർ അപ്പുറം ഇപ്പുറം നോക്കിയിരിക്കാൻ കഴിയത്തില്ല. ഇത് ദൈവാത്മാവിന്റെ ദൂതാണ് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ജോർദാൻ അപകരിച്ചത്, യോർദാൻ മുക്കിക്കളഞ്ഞത്, യോർദാൻ തിരിച്ചു തരത്തിലെന്ന്, തിരികെ തരത്തിലെന്ന് വർഷങ്ങളായി വെല്ലുവിളിച്ച ശക്തികൾ ഇന്ന് രാത്രി അത് പൊങ്ങി വരികയാ. പ്രാപിച്ചോ? ഈ ജോർദാൻ തിരികെ വരണം. എത്രയൊക്കെ ആഗ്രഹമുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാത്രി ഞാൻ പറഞ്ഞു, ഈ കോട്ട് തന്ന ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ചുളുങ്ങൊന്നും പറഞ്ഞ് നീ വിടാതിരിക്കരുത്. ഇത് ഊരി എടുത്തിട്ട് വിടാൻ ദൈവത്തിന് അറിയാം. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ദാവീദിന്റെ മീകള് പറഞ്ഞു, എടാ മനുഷ്യ, നിനക്ക് നാണമില്ലേ ഈ പെട്ടകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് നൃത്തം ചെയ്യാൻ? നിന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മുമ്പിൽ നീ പ്രഭുവായിരിക്കേണ്ടവൻ എൻ്റെ അപ്പൻ ചെയ്യാത്ത കാര്യം നീ ചെയ്തു. മീകൾ ഭർത്താവിനെ നോക്കിയപ്പോൾ എന്നേക്കാൾ വേർത്തിങ്ങനെ നിൽക്കുക. മേലങ്കി അടിച്ച് അരയിൽ ചുറ്റിയിട്ടുണ്ട്. കണ്ടെത്തിയത് കയറി വരുന്ന ഒരു കൃഷിക്കാരനെ പോലെ വാർത്തൊലിച്ചും മീകളുടെ അടുക്കലേക്ക് വന്ന ദാവീദിനെ പരിഹസിച്ചപ്പോൾ ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ പൊന്നെ തങ്കക്കുടമേ. അങ്ങനെ വിളിച്ചില്ല, വിളിക്കേണ്ട അടുത്ത് വിളിച്ചതല്ല,
ഗതികെട്ടങ്ങ് വിളിച്ചതാ. ഇനി അതിനും പരാതി പറയണം, അതുകൊണ്ട് അങ്ങ് വിളിച്ചു. ആമേൻ. എന്താ സംഭവിച്ചത്? എൻ്റെ തങ്കക്കുടമേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ബൈബിൾ എഴുതിയിട്ടുണ്ടോ ഉപദേശി? ബൈബിൾ എഴുതിയിട്ടില്ല, ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ പദം ഇതാ: എടീ, നീ ചോദിച്ചില്ലേ നിനക്ക് നാണോ ഇല്ലയോ എന്ന്? നീ ചോദിച്ചില്ലേ നിനക്ക് വട്ടാണോ? ഞാൻ പറയാം, എടീ, എൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് കാട്ടിലെ കല്ല് കാലിക്കാച്ചി കടലിൻ്റെ ഉപ്പുറ്റിയില് മുള്ളുകേറി മഴ പെയ്തപ്പോൾ കുടയില്ലാതെ മരത്തിന്റെ തണലിൽ പൊത്തിയിരുന്ന് തണുപ്പടിച്ച് വെയിലടിച്ച് ആറ്റിലെ വെള്ളം കോരി കുടിച്ച് കായ്കനികൾ പറിച്ചു തിന്ന് അപ്പന്റെ ആടുകളെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും ആ ഉത്തരവാദിത്വത്തോടും കൂടെ നയിക്കുമ്പോൾ അവനെ ഞാനൊരു കാട്ടിന്റെ ഒരു പുൽപ്പുറങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്റെ കിന്നരം കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്റെ അപ്പൻ എന്നെ തള്ളി, എന്റെ അമ്മ എന്നെ തള്ളി, എന്റെ സഹോദരങ്ങൾ എന്നെ തള്ളി. നൊന്ത് പ്രസവിച്ച അമ്മ ഒരിക്കൽ പോലും ഒരു റൊട്ടിയുമായിട്ട് കാട്ടി വന്നില്ല. ജന്മം തന്ന അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പോയ വഴിയെ വന്നില്ല. അത് മാത്രമല്ലടി, ശാമുവേൽ എന്റെ വീട്ടിൽ വന്നപ്പോ സഹോദരന്മാരെ എല്ലാം പിടിച്ചു നിർത്തി കൊടുത്തു. ഇവരെ ആരിലെടുത്തോളം എന്നിട്ടും അപ്പൻ എന്നെ മറന്നുപോയി. അങ്ങനെ എന്റെ കുലം മൊത്തം എന്നെ മറന്നപ്പോ എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയാ, ഈ പട്ടണത്തിൽ നീ വന്നത്, ഈ പട്ടണത്തിന്റെ നന്മ അനുഭവിക്കുന്നത്, ഇവിടെ വന്ന് ഈ ആലലീയ സൗകര്യങ്ങളിൽ കൂടെ നീ ജീവിക്കുന്നത് നിന്റെ അപ്പന്റെ കഴിവല്ല, നിന്റെ അമ്മയുടെ കഴിവല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയോ ക്വാളിറ്റിയോ അല്ല, ഏതോ സായിപ്പ് തന്ന വിസയല്ല, ഏതോ ഡോക്ടർമാർ തന്ന പേപ്പർ അല്ല. പിന്നെ എന്താണ്? ദൈവത്തിന്റെ അഭിഷേകമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ ദൈവജനോ മൗനമായിരിക്കരുത്. നീ ഒന്ന് സ്വതന്ത്രം പറ, നീ ഒന്ന് ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി വിടുതലയാവരിക്കാൻ പോവുക. പെട്ടകം കണ്ടാൽ ദാവീദിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പെട്ടകം കണ്ടാൽ ദാവീദിന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടെ വരെ കൊണ്ടുവന്നത് ഈ പെട്ടകമാണ്. ഇന്ന് രാത്രിയിൽ ഈ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന ദാവീദിനെ പോലെ ഇന്ന് രാത്രി നൃത്തം ചെയ്യേ. പോരാ ശക്തിയോടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. വലിയൊരു ആവേശം ഇന്ന് രാത്രി എന്റെ മുമ്പിലുണ്ട്. എത്ര സന്തോഷപ്പെടുന്ന രാത്രി. നമ്മുടെ സബ്ജക്റ്റ് ജോർദാൻ മാറുക എന്നുള്ളതാണ്. ചിന്തിച്ചു, പെട്ടകത്തെ കാണുമ്പോൾ അതിന്റെ പിന്നാലെ നടക്കുക, മുന്നാലെ പോകാതെ പിന്നാലെ നടക്കുക. പെട്ടകം ചുമക്കുന്ന ലേവ്യൻ കാലിക മുട്ടുമ്പോൾ വേലെടുക്ക് നിൽക്കും, നിങ്ങൾ അക്കരെ കിടക്കും. ഞാൻ ആ ഭാഗത്ത് ആമേൻ അവിടുന്ന് ഞാൻ മാറുകയാണ്. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. ജീവിതത്തിലെ ജോർദാൻ മാറണമെങ്കിൽ 3-ാം അധ്യായം, ഇന്നലെ വായിച്ച വചനത്തിൽ തന്നെ 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, 3:5. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഒന്ന് ഉറക്കെ വായിക്കാമോ എല്ലാവർക്കും കൂടെ? ഹലോ, എല്ലാവരും ഒന്ന് വായിക്കാമോ? എത്ര പേരെ വചനം കണ്ടു എന്നറിയാൻ വേണ്ടി വായിപ്പിച്ചതേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പ്രശ്നം മാറണം, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ മാറണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന പല ആൾക്കാരുടെയും ഒരു 90% വിഷയവും അവരുടെ പ്രശ്നങ്ങൾക്കൊരു സോൾവ് ആകണം, ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം. ഇത്രയേ ഉള്ളൂ. മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് 17 വർഷം കഴിഞ്ഞു. ഈ 17 പൂർണ്ണ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് 13-ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. കുട്ടി നിക്കറിട്ടുകൊണ്ട് പല സ്റ്റേജിലും പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. കാരണം 13-ാമത്തെ വയസ്സിൽ ദൈവനെ അഭിഷേകത്തെ നിറച്ചു, പ്രവാചകനായി നിറച്ചു. ഒരു മാരക രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചത്. അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട് പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ സ്റ്റേജ് കിട്ടി. അതുകൊണ്ട് പ്രസംഗിച്ച് ഒത്തിരി അവനെ കൊതി തീർത്തു. ഇപ്പൊ പ്രസംഗിക്കാൻ വയ്യ എന്നാ പറയുന്നേ. പക്ഷെ ഇത്രയും മിനിസ്ട്രി കാലയളവിൽ ഇന്നു വരെ ഒരു വ്യക്തിയും ഓർട്ടിക്കോൾ കൊടുത്തപ്പോൾ മുമ്പോട്ട് വന്ന് പറഞ്ഞിട്ടില്ല, പാസ്റ്റർ എനിക്ക് നിത്യതയിൽ പോകണം, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഹലോ, പ്രൈസ് ദി ലോർഡ്.
എനിക്ക് നിത്യതയിൽ പോകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവ് നിത്യത ചെല്ലണം, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നു വരെ ഒരു കുഞ്ഞുങ്ങളും എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രാർത്ഥന. പറഞ്ഞതല്ല ഇങ്ങനെയാ, എൻ്റെ വിഷയത്തിനൊരു പരിഹാരം കിട്ടണം. അത് മാത്രമല്ല, എന്താണ് എൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടാൻ, ഞാൻ വിടുവിക്കപ്പെടാത്തതിന്റെ കാര്യം എന്താ പാപം, എന്താ കുറവ്, ഒന്ന് വെളിപ്പെട്ടു വരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നവരെയും അപൂർവമാണ് കണ്ടിട്ടുള്ളത്. കുറവ് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് നടക്കണം. പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ അബദ്ധ ജീവിതമാണ് കുറവേറ്റു പറയാതെ വിടുതലിന് വേണ്ടി കാംക്ഷിക്കുന്ന ജീവിതം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കാണുന്നു, പാപം ഏറ്റുപറയുന്നവന് വിടുതലുണ്ട്. യേശു സൗഖ്യമാക്കിയത് പല സ്ഥലങ്ങളിലാണ്. പള്ളിയിൽ സൗഖ്യമാക്കി, വഴിയിൽ സൗഖ്യമാക്കി, ചന്തയിൽ സൗഖ്യമാക്കി, സെമിത്തേരിയിൽ സൗഖ്യമാക്കി. യേശു വീട്ടിൽ സൗഖ്യമാക്കി, കടപ്പുറത്ത് സൗഖ്യമാക്കി. ഇവിടെ ഒക്കെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ സൗഖ്യം അവിടെയൊക്കെ ലാസ്റ്റ് യേശു പറഞ്ഞത്, അഡ്രസ് തന്നാട്ടെ, ഫോൺ നമ്പർ തന്നാട്ടെ, അടുത്ത മാസം വരുമ്പം നിങ്ങളുടെ വീട്ടിൽ വരാം. അങ്ങനല്ല, കൂടെ വരാൻ ആഗ്രഹിച്ചോട് പറഞ്ഞു, നീ പോയി നിന്നെ തന്നെ കാണിക്ക്, എന്റെ പുറകെയൊന്നും വരണ്ട, നീ പോയി സാക്ഷിയാകെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരെയും കർത്താവ് പിടിച്ച് വലിയൊരു വിഷയമാക്കിയിട്ടില്ല. എന്ന കർത്താവിന് വേണ്ടവരെ, ബോധിച്ചവരെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. എന്നാൽ യേശു എപ്പോഴും പറഞ്ഞൊരു പദമുണ്ട്. യേശു പറഞ്ഞ പദം ഇതാണ്, പൊയ്ക്കൊള്ളുവിൻ, ഇനിയും പാപം ചെയ്യരുത്. ഹലോ, ഹല്ലേലൂയ. രോഗസൗഖ്യം വന്ന സ്ത്രീയോട് പറഞ്ഞത്, കൂനിയായ സ്ത്രീ പള്ളിയിൽ വന്നു. യേശു നോക്കിയപ്പോൾ റാപോലെ നിൽക്കുകയാ. യേശുവോട് അടുത്തിട്ട് പറഞ്ഞു, ശോശാമ്മ ചേട്ടത്തി, എത്ര നാളായി കൂന് തുടങ്ങിയിട്ട്? യേശുവെ, ഞാൻ ജനിച്ച സമയം മുതൽ ഇങ്ങനെയാ. ഒരു കാര്യം ചെയ്യും, അടുത്ത 4 വെള്ളിയാഴ്ച ഉപവസിക്ക്, 5ാമത്തെ വെള്ളിയാഴ്ച നിന്റെ കൂനി ഞാൻ മാറ്റിത്തരാം. യേശു പറഞ്ഞില്ല. അത് പറയുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവാചകന്മാരാണ്. മീറ്റിംഗ് കിട്ടാറേ യേശു പറഞ്ഞില്ല, 6 മാസം കഴിഞ്ഞിട്ട് നീ വീണ്ടും പള്ളി വാ, ഞാൻ നിനക്ക് പകുതി സൗഖ്യം തരാം, ഇപ്പം നിന്നെ ഞാൻ ഇങ്ങനെ നിന്നയാളെ ഇങ്ങനെ ആക്കി വിട്ടേക്കാന്ന് യേശു പറഞ്ഞില്ല. യേശു കൈവച്ചു, അവൻ നൂന്നു. എന്റെ അർത്ഥം പറഞ്ഞാൽ പുറയിൽ യേശു പിടിച്ചു കാണാൻ പുറമോട്ട് പോകാൻ അത്രയ്ക്ക് ശക്തിയാ യേശുവിന്റെ വാക്കിന്. ഹലോ, പക്ഷെ യേശു അവരോടും പറഞ്ഞതും കുരുടനോട് പറഞ്ഞതും പല ആൾക്കാരോടും യേശു പറഞ്ഞത്, പൊയ്ക്കൊള്ളുക, പാപം ചെയ്യരുത്. ലേഖ്യനോട് പറഞ്ഞു, പാപം ചെയ്ത് പൊയ്ക്കൊള്ളുക. അപ്പൊ ഏതിന്റെ പുറകിൽ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയെ ജയിക്കുന്നവനാ ദൈവത്തിന് ശക്തി പ്രാപിക്കുന്നത്. കുശമില്ലാത്തൊരു സ്വത്രം പറഞ്ഞാട്ടെ. അമ്മേ, ഇവിടെ ഇന്ന് രാത്രിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം ഏകദേശം തീരാറായി. എങ്കിലും ഒരു 10 മിനിറ്റുണ്ട്. ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കും. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ 1/2 മണിക്കൂർ തീർത്തു തരാം. അപ്പൊ അടുത്ത പദം ശ്രദ്ധിക്കുക. ആ വചനത്തിൽ എനിക്ക് എല്ലാം ഒന്നും പറയാൻ കഴിയില്ല, പറയാന്ന് അത്രയും പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാം. അടുത്ത പദം ശ്രദ്ധിക്കൂ. ഈ പ്രശ്നത്തിന് പരിഹാരം എന്താ? പ്രശ്നം വായ്ത്തത്വം മുന്നിൽ കിടക്കുകയാണ്. വായ്ത്തത്വം മുന്നിൽ കിടക്കുന്നു. തലമൊക്കി നോക്കുമ്പോൾ പച്ചപ്പ് കാണുന്നു. അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ സന്തതിക്ക് കൊടുക്കാമെന്ന്. ഇവര് 40 വർഷം യാത്ര ചെയ്ത് ജോർദാന്റെ തീരത്ത് വന്ന് കിടക്കുകയാ. പലപ്പോഴും കൂടാരത്തിന്റെ കുറ്റി ഊരിക്കെട്ടി തോളി വെച്ച് മൃഗസമ്പത്തിനെയും ദാസിദാസന്മാരെയും പിടിച്ചുകൊണ്ട് ഈ ജോർദാന്റെ വക്കത്തും ചവിട്ടി. പക്ഷെ ചവിട്ടിയ കാല് അങ്ങനെ തന്നെ പുറകോട്ടെടുത്തു. കാലം ഇത് വീതി കുറവാണെങ്കിലും, അക്കരെ കാണാൻ കഴിയുന്ന വിഷയമാണെങ്കിലും, വലിയ പ്രശ്നമില്ലെന്നൊക്കെ കരുതിയാണെങ്കിലും ആഴം കൂടിയ വിഷയമാണ്. വെച്ച മുങ്ങിപ്പോകുമെന്ന് ഈ ജനത്തിനറിയാം. അതുകൊണ്ട് വെച്ച കാല് പുറകോട്ട് വലിച്ച് വല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാ സ്വർഗം പറഞ്ഞത്, അവൻ വായിച്ച 2ാമത്തെ കുറിവാക്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി, യഹോവ നാളെ ഈ സമയം നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും. നമുക്ക് അതിശയം മതി, ശുദ്ധീകരണം വേണ്ട. ഹലോ, വാസ്തവത്തിൽ എന്റെ പ്രസംഗത്തിലേക്ക് ഞാൻ കയറിയതേ ഉള്ളൂ. നമുക്ക് അഭിഷേകം, നമുക്ക് അതിശയം മതി, ശുദ്ധീകരണം വേണ്ട. ഉടുപ്പിന്റെ പോക്കറ്റിലും പാനിന്റെ പോക്കറ്റിലും സിഗരറ്റും വീടിയും
മുറുക്കാനും ഒക്കെ ഇട്ടുകൊണ്ട് കത്രമേശയ്ക്ക് പോകുന്ന വ്യക്തികളെ ഞങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ചില ഗ്രൂപ്പ് പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല, കർത്താവ് അവർക്ക് കൂടെ മുറിക്കപ്പെട്ടത്, കർത്താവ് അവർക്ക് കൂടെ തകർക്കപ്പെട്ടത്. ഇന്ന് പറഞ്ഞവന്റെ പേര് പോലുമില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് പലയിടത്തും പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിട്ട്, എന്റെ അനുഭവം പറയുക, പലയിടത്തും പ്രസംഗിക്കാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ആമേൻ ഡേറ്റ് വന്നിട്ട് പിന്നെ ചോദിക്കും ഇന്ന ആടെ ഗ്രൂപ്പാണോ, പാസ്റ്റ് ഏത് ഗ്രൂപ്പിലാണ്. ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഞാൻ ഒരു ഗ്രൂപ്പിലും അല്ല. എത്രയോ പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? മീറ്റിങ്ങിന്റെ മുമ്പ് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് എന്റെ ബൈബിൾ കോളേജിന്റെ പേര് ഗ്രേസ് എന്നാ, അതെന്റെ മോടെ പേരാ. പലരും പല രാജ്യത്തും തന്നെ വിളിച്ചു ചോദിച്ചു, ഇവിടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഈ കോഴ്സ് എങ്ങനെയാ? പിന്നെ ചോദിക്കുന്നത് ഈ ഗ്രേസ് എന്ന് പറയുന്നത് ഇന്ന ഗ്രേസ് ആണോന്ന്. കേൾക്കാൻ നല്ല രസമാണ് ഗ്രേസ് എന്ന്, ഇപ്പൊ അപകടമായിട്ടിരിക്കുക. ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയില്ലാതെ, ശുദ്ധീകരണമില്ലാതെ, അതിശയം മാത്രം പ്രവർത്തിക്കുന്ന കൂടുപോലെ മുളച്ചു വരുന്ന പല മേഖലകളും നമ്മുടെ കണ്ണിന് ഇമ്പം തോന്നുമ്പോൾ ദൈവം പറയുന്നു, വാഗ്ദത്തത്തിൽ പോകണമെങ്കിൽ അതിശയമല്ല ആവശ്യം, ശുദ്ധീകരണമാണ് ആവശ്യം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. അവരങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൂട്ടര് പറയുന്നു മീശ പഠിക്കണം, വെള്ളയുടുപ്പിടണം, ഇതാണ് ശുദ്ധീകരണം. എടാ കുഞ്ഞ്, ആഭരണം കൂടുന്നതിന് ഞാൻ എതിരല്ല, ആഭരണം ഇടുന്നതിന് എതിരല്ല. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാം, ശുദ്ധീകരണം എന്ന് പറയുന്നത് ആഭരണം കൂടുന്നതല്ല, ശുദ്ധീകരണം എന്ന് പറയുന്നത് വെള്ളയുടുപ്പിടുന്നതല്ല, ശുദ്ധീകരണം എന്ന് പറയുന്നത് മീശ പഠിക്കുന്നതല്ല, ശുദ്ധീകരണം എന്ന് പറയുന്നത് ഭാഗ്യഭാഗത്ത് കാണുന്ന ക്രമീകരണമല്ല. ശുദ്ധീകരണം എന്ന് പറയുന്നത് അതോ മണ്ഡലങ്ങളിൽ അകമനസ്സിന് ഒരു ശുദ്ധീകരണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത് അകത്തേക്ക് പോകുന്നതല്ല, അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന അത്രേ നിന്നെ അശുദ്ധി വരുത്തുന്നത്. സിനിമാ തിയേറ്ററിൽ പോയി ഇപ്പൊ പടം കാണത്തില്ല, CD വാങ്ങിച്ച് വീട്ടിയിട്ട് കാണും. ഞങ്ങളൊക്കെ വിസിറ്റിങ്ങിന് ചെല്ലുമ്പോ പച്ച ലൈറ്റിങ്ങിൽ ബ്ലിങ്ക് ബ്ലിങ്ക് നിൽക്കും. കഥ തുറക്കാൻ താമസമാണ്. പക്ഷെ എന്താ സംഭവിച്ചറിയാവോ? അകത്ത് സിനിമ കാണുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാട് വെച്ചു, എന്റെ സഹോദരിയെ 21 ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥന അവസാന ദിവസം കണ്ടില്ലല്ലോ, 10-18 ദിവസം മുടങ്ങാതെ വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്ററല്ലേ ചോദിച്ച, സഹോദരിയോട് ചോദിച്ചതാ. ഞാൻ അറിഞ്ഞ സംഭവ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെ, ആ സഹോദരി പറഞ്ഞിങ്ങനെയാ, എന്റെ സഹോദരി വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്നാണ് അവള് പ്രസവിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞത്. കാരണം 2 വർഷമായി ഇവിടെ പ്രസവിക്കാതിരിക്കുക. നിങ്ങൾ ചോദിക്കുന്നത് എന്തോ ആണ്? സീരിയലേ. ഇവിടെ വേറെയാണ്. ഇവിടെ രാവിലെ വാലിനകത്തിട്ട് ഇങ്ങനെ എന്നോട് ഒരു ആന്റി ചോദിച്ചു സീരിയൽ വേണോ? ഞാൻ കണ്ട് വട്ടം കാണുന്നു. തുണിയെല്ലാം കൂടെ തേച്ചിട്ട് ഞാൻ അങ്ങോട്ട് അയണൊക്കെ ഇട്ടിട്ട് ഒരു ആങ്കറെല്ലാം കൊണ്ട് ഇട്ടു. ഇപ്പോഴല്ല, നേരത്തെ വന്നപ്പോഴാ, ആദ്യമായിട്ട് വന്നപ്പോഴാ. അവിടുത്തെ ആന്റി താമസിക്കുന്ന വീട്ടിലെ ആന്റി പറഞ്ഞു, പാസ്റ്റേ ഇതെല്ലാം കൂടെ കൊണ്ട് ക്ലോസറ്റ് ഇട്ടേക്കാൻ പറ്റും. ഞാൻ വട്ടം കറങ്ങി. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് ഈ 10 ഷർട്ടും 10 പാൻറ്റും താഴ്ചത് ക്ലോസറ്റിൽ കൊണ്ടിടാനാണോ? ശുദ്ധീകരണം. നിങ്ങളത് ചിരിപ്പിക്കാൻ പറഞ്ഞേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധമില്ല. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ ഒന്ന് ധൈര്യമായിട്ട് പറയാമോ? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മാത്രമല്ല, കാണാൻ പറ്റത്തില്ല. ചില നാക്കിന്ന് വരുന്ന വാക്കും കണ്ണീന്ന് വരുന്ന നോട്ടവും ക്രിസ്തീയ ദൈവവചനത്തിന് ഇടർച്ച വരുത്തുന്ന പല മേഖലകളും ശുദ്ധീകരണ നിമിത്തം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അശുദ്ധി നിന്റെ അകത്തു കയറിയാൽ, പാപം നിന്റെ അകത്തു കയറിയാൽ നിന്നെ രോഗം വിട്ടുപോകത്തില്ല, ശാപം വിട്ടുപോകത്തില്ല, മാത്രമല്ല നിത്യത നഷ്ടപ്പെട്ടു പോകും. സ്വോത്രമില്ല. ഇത്രയും നേരം സ്വോത്രം, ഇന്നലെ സ്വോത്രം, ഇന്നലെ ഇത്രയും നേരം സ്വോത്രം, ഇനിയൊരു സ്വോത്രം ഇല്ല. ഇനി സ്വോത്രം ഇല്ലാത്ത കുറച്ച് കാര്യം ഞാൻ സൂത്രത്തിൽ പറയാം. ഞങ്ങളെ പോലെ ആൾക്കാർ പറഞ്ഞില്ല, പിന്നെ ആരാ ഇത് പറയുന്നു?
സ്തോത്രം. എൻ്റെ സഭയിലെ ഒരു കുടുംബത്തെ വേറൊരു സഭക്കാരൻ പിടിച്ചുകൊണ്ട് പോയത് ഞാൻ തിരക്കി ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പാസ്റ്റേ, നിങ്ങളുടെ കൂടെ ഞാൻ 3 വർഷം ആരാധിച്ചു, ഞങ്ങൾക്കൊരു കാറ് വാങ്ങിക്കാൻ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ പോകുന്ന ആരാധനയ്ക്ക് പോകുന്ന സ്ഥലത്തെ 5 കിലോമീറ്റർ റോഡ് സൈഡ് കിടക്കുക കാറ്. ഞാൻ പറഞ്ഞു, നീ കാറ്. അതേപോലെ 6 മാസം കഴിഞ്ഞപ്പോൾ കാറിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, അതിനെക്കാട്ടിലും നല്ലത് നീ വിശുദ്ധിയിൽ നിന്നായിരുന്നെങ്കിൽ. ദൈവം പറഞ്ഞയച്ച യുദ്ധത്തിലൊന്നും ഇസ്രായേൽ തോറ്റിട്ടില്ലെന്നേ. കൽദയരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജയം സംഭവിച്ചിട്ടുണ്ട്. മോവാബിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജയം സംഭവിച്ചിട്ടുണ്ട്. യോശുവയോട് പറയുകയാണ്, നീ ശത്രു സൈന്യത്തെ പടപൊരുതി ജയിക്കണം. ദൈവം പറഞ്ഞയച്ചിട്ട് യുദ്ധത്തിന് പോയി. പക്ഷെ യുദ്ധത്തിന് പോയ ജനം തോൽവി സംഭവിച്ചു. വാളിന്റെ വാൽത്തലിൽ വെട്ടേറ്റു താഴെ വീണപ്പോൾ യഹോവയായ ദൈവം നോക്കി നിൽക്കുമ്പോൾ യോശുവ മുട്ടേക്കണമെന്ന് പറഞ്ഞു, ദൈവമേ, നീ അയച്ച യുദ്ധത്തിലൊന്നും ഞങ്ങൾ ഇതുവരെ തോറ്റിട്ടില്ല. പക്ഷേ ഈ ഹായി പട്ടണത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റതിന്റെ കാര്യമെന്ത്, വെട്ടേറ്റതിന്റെ കാര്യമെന്ത് നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോയത്. സ്വർഗം മനസ്സ് തുറന്ന് പറഞ്ഞു, എടാ കുഞ്ഞെ, ഞാൻ പറഞ്ഞിട്ടാ പോയ കാര്യം ശരിയാ. പക്ഷെ കേക്ക്, നിന്റെ പാളയത്തിനകത്ത്, ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഒരുത്തൻ ചിലത് കണ്ട് മോഹിച്ച് എടുത്ത് കുഴിച്ചിട്ട്, എന്റെ ഭാഷ പറഞ്ഞ കട്ടിൽ അതിന്റെ മണ്ടയിട്ട് അതിന്റെ മണ്ട കീറിക്കിടന്ന് പുതച്ചു മൂടി കിടക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം പറയുക, ഇവനെ കല്ലെറിഞ്ഞു ആകാതെ കല്ലെറിഞ്ഞു തയ്യാറാണെങ്കിൽ തോറ്റ കളത്തിൽ ജയമുണ്ട്. ഇന്ന് രാത്രി ദൈവമല്ല തെറ്റുകാരൻ, ദൈവമല്ല മോശം. ഇന്ന് രാത്രി നമ്മുടെ പാളയത്തിനകത്ത് ഒരു ആകാൻ കിടപ്പുണ്ടെന്ന്, നിന്റെ സഭയ്ക്കകത്ത് ഒരു ആകാൻ കിടപ്പുണ്ടെന്ന്, നിന്റെ ശുശ്രൂഷയിൽ ഒരു ആകാൻ കിടപ്പുണ്ടെന്ന്, നിന്റെ കുടുംബത്തിൽ ഒരു ആകാനുണ്ടെന്ന്, നിന്റെ തലമുറയിൽ ഒരു ആകാനുണ്ടെന്ന്. എന്നോട് പിണങ്ങാനും വേണ്ടിയില്ല. ഇന്ന് രാത്രി അതിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തയ്യാറുള്ള ദൈവജനം പരമടിച്ച് ദൈവത്തെ സ്വന്തം ചെയ്യണം. ശുദ്ധീകരണം, ശുദ്ധീകരണം, ശുദ്ധീകരണം. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ ജോർദാൻ നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ, നിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വാസം വിളിച്ചു പറയട്ടെ, ഈ ജോർദാൻ മാർന്ന 2 കാര്യം, വാസ്തവത്തിൽ 4 കാര്യങ്ങളാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. 2 കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കുകയാണ്. 2 കാര്യങ്ങൾ ഇന്നലെ രാത്രിയിലും ഇന്ന് രാത്രിയിലും പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, പെട്ടകത്തെ അനുഗമിക്കണം. ഇന്ന് രാത്രിയിൽ നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ഈ 2 കാര്യങ്ങൾ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി വിടുതലുണ്ട്. അക്കരം പഠിച്ച് ദൈവത്തിന് സ്വതന്ത്രം ആത്മാവി സ്വതന്ത്രം പറ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമയത്തിന്റെ പോക്ക് നിമിത്തം ആത്മാവിന്റെ വാക്ക് നിർത്തുകയാണ്. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ നോട്ടത്തിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ സംസാരത്തിൽ യഹോവയുടെ പെട്ടകത്തെ അനുഗമിക്കണം. യഹോവയുടെ പെട്ടകത്തെ നീ അനുസരിക്കണം. യഹോവയുടെ പെട്ടകം നീ ചുമക്കണം. യഹോവയുടെ പെട്ടകത്തിൽ നീ ആശ്രയം വെക്കണം. മറ്റൊന്ന്, നീ ശുദ്ധീകരിക്കണം. രഹസ്യ പാപങ്ങൾ ഹൃദയത്തിനകത്തോ കണ്ണിനകത്തോ മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ കിടപ്പുണ്ടെങ്കിൽ അതിന് രാത്രി ശുദ്ധീകരിച്ചിട്ട് സഹോദരനോടോ ബന്ധുക്കളോടോ മാതാപിതാക്കളോടോ ആരുടെങ്കിലും ക്രമീകരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ക്രമീകരണം പ്രാപിച്ചിട്ട് ഇന്ന് രാത്രി രഹസ്യ പാപങ്ങളെ ആരായുന്ന അമാരത്ത് മൺകച്ച കെട്ടി നീലയോട് സാദൃശ്യമുള്ളവൻ ഉലകി ചുട്ടുപഴിപ്പിച്ച കൽപാദമുള്ളവനായ അഗ്നിജാലകത്ത് കാണുള്ള ദൈവം നിന്നെ കാണുന്നു എന്നുള്ള കാര്യത്താൽ ഇന്ന് രാത്രിയിൽ ആ വചനം ഏറ്റെടുക്ക്. പരിശുദ്ധാത്മാവിനകത്തിരിക്കുന്ന ചിലതിനോട് ദൈവാത്മ പറയുന്നു, ആകാൻ തകരട്ടെ, ശാപം മാറട്ടെ. നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. എല്ലാ കണ്ണുമടച്ച് ആത്മാവിരുന്ന് വിശ്വാസം ചെയ്ത് അഭിഷേകത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കോമൺ ആയിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. 2 ദിവസം നിന്റെ പാദപീഠത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യ അടിസ്ഥാനത്തിൽ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനം ചിന്തിപ്പാൻ ഞങ്ങൾക്ക്
അവസരത്തിനായി സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗത്തെ മാറ്റട്ടെ. അവൻ ദുരാത്മാവിന്റെ കെട്ട് അഴിക്കട്ടെ. പാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി സഭ വളരട്ടെ, ആത്മാക്കൾ വിടുവിക്കട്ടെ. ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പട്ടണങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും, രാജ്യങ്ങൾ തോറും ഇന്ന് രാത്രിയിൽ അത് വിളംബരം ചെയ്യട്ടെ. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വാക്ക് ശ്രദ്ധിക്കൂ. ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ കൺവെൻഷനിൽ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത കർത്താവിൻ്റെ ദാസനോടും ആമേൻ, ഈ സഭയോടും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോടും ഞാൻ എല്ലാവിധ സഹകരണ സന്തോഷവും എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ എൻ്റെ 10 വർഷത്തെ ജീവിത ചരിത്രത്തിൽ കർത്താവ് എന്നെ നടത്തിയ വഴികളെ ആധാരമാക്കി ദൈവം തന്ന ചെറിയ ദൂതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിൽ പണിയുക. ഈ പുസ്തകം ആവശ്യമുള്ളവർ ആമേ വന്നാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരു ചലഞ്ചായിരിക്കും. കർത്താവ് നടത്തിയ പ്രതികൂല കാര്യങ്ങളിൽ കൂടെ, ആ കനൽ ജീവിതത്തിൽ കൂടെ എഴുതിയ പുസ്തകം, അനുഭവങ്ങൾ അടങ്ങിയ ഈ പുസ്തകം വായിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു ബസ്. റെനി എടപ്പറമ്പിൽ, കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ വർഷങ്ങളിൽ കടന്നുപോയ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തൻ്റെ ഏക മകൾ 8 വയസ്സ് മാത്രമുണ്ട്. 8 വയസ്സ് മാത്രമുള്ള പൈതല് വളരെ പ്രതീക്ഷിച്ചു, ലഭിക്കുമെന്ന് വിചാരിച്ചുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും മെഡിക്കൽ സയൻസ് ഒരുപാട് പ്രവർത്തിച്ചെങ്കിലും അതൊന്നും സഫലമായില്ല. എന്നാൽ ഇന്നലെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ സ്ഥാനത്ത് തനിക്ക് ദൈവം ഒരു ആൺപൈതലിനെ കൊടുത്തു. ഇപ്പോൾ പൈതലും കുടുംബവും അവർ സന്തോഷമായിട്ട് പാലക്കാടിൻ്റെ പ്രദേശത്തായിരിക്കുന്നു. തൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് പാട്ട് ശുശ്രൂഷയിൽ കൂടെ സഹായിച്ച എല്ലാ ദാസന്മാരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ പാസ്റ്റർ PM മാത്യു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന പാട്ടുപാടി സഹായിച്ച ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പത്തനാപുരത്ത് പെടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 100-400 പേര് കൂടുന്ന ഒരു കൂട്ടായ്മ തനിക്കുണ്ട്. അവിടെ മറ്റുള്ളതായിരിക്കുന്ന ആളുകളാണ് കടന്നു വന്ന് തൻ്റെ കൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ ദേവദാസൻ്റെ അനുഭവങ്ങളും മറ്റും വിവരിക്കും. അതിൻ്റെ കൂടെ പാസ്റ്റർ KS ജോൺ അല്ലെങ്കിൽ സണ്ണി പള്ളിപ്പാട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ദേവദാസൻ സംസാരിക്കും. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ദേവദാസന്മാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇവിടെ അവസരങ്ങളുണ്ട്. നമ്മുടെ യൗവനക്കാർ ബോബിയൊക്കെ ഇവിടെ ഉണ്ട്. ബോബിയൊക്കെ ഇനിയും ടൈം ഡ്യൂ ആയി, ബോബിയുടെ സമയം. അതുപോലെ ഈ പട്ടണത്തിലുള്ള എല്ലാ ദേവദാസന്മാരെയും ഇവിടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാസ്റ്റർ വിൽസൺ വർക്കി പാസ്റ്റർ നല്ലൊരു പാസ്റ്റർ സജ്ജയുടെ ഒരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ്. ഈ പട്ടണത്തിലുള്ള ദേവദാസന്മാർക്ക് പലപ്പോഴും സംസാരിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. നമ്മുടെ പല പ്രിയപ്പെട്ടവരിവിടെയുണ്ട്, അവർക്കൊക്കെ അവസരമുണ്ട്. ആകയാൽ ഈ പ്രിയപ്പെട്ട അതൊക്കെ എടുത്ത് യൂട്യൂബിലിടും. നിങ്ങളത് കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നത്തെ നാം കേട്ടതുപോലെ നമ്മൾ ദൈവവചനം കൈകാര്യം ചെയ്യുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ പട്ടണത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇനി ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നവംബർ 15-ാം തീയതി റോയി മാർക്കര എന്ന് പറഞ്ഞ ദേവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ വേദന, നിന്നെ പടതെടുത്ത് നല്ല പൊന്നാക്കുവാൻ ഇല്ലയോ ഈശോളം. വന്നു ചേർന്ന് പാടാം. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പടതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, തന്നെ പടുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടലേ
നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പേരുപ്പില്ലാതെ മുൻപോട്ട് പോവുക, യേശു എന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പേരുപ്പില്ലാതെ മുൻപോട്ട് പോവുക, യേശു എന്നും നിന്റെ കൂടെ. കണ്ണുകളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നിന്റെ പ്രത്യാശയോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നല്ല ലാഭമാകും, മാറും. നിന്റെ പ്രത്യാശയോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നല്ല ലാഭമാകും, ദുഃഖ സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഹൃദയമായി നമ്മുടെ മനസ്സിൽ വയ്ക്കാം. ആഴമായ സുവിശേഷങ്ങളെ കേട്ടു, അത് കേട്ട് നമുക്ക് പ്രാവർത്തികമാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള പെട്ടകത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരായി കാണപ്പെടാം. അതുമാത്രമല്ല, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലിരിക്കുന്ന പാപങ്ങൾ, ആകാംക്ഷകളെല്ലാം എടുത്തു കളയുവാൻ ഇന്നൊരു തീരുമാനമെടുത്ത് പുറപ്പെടുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കാണപ്പെടുന്ന തടസ്സങ്ങൾ ദൈവം മാറ്റി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 2 ദിവസം കർത്താവേ നിന്റെ സന്നിധിയിൽ ഇരുന്ന് ആഴമായ സത്യങ്ങളെ നിന്റെ ദാസൻ കൂടെ കേൾക്കുവാൻ കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മുമ്പാകെ കർത്താവ് തന്നിരിക്കുന്ന പെട്ടകത്തെ ദൈവഭയത്തോടുകൂടെ കർത്താവെ അത് അനുഗമിപ്പാൻ കർത്താവ് കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ദൈവത്തെ എന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങൾ കർത്താവേ, സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്റെ വചനത്തെ കേട്ട് നീ നടന്നാൽ സകല ജാതികളിലും നിന്നെ മേലാന ജാതിയാക്കുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. കർത്താവേ, അങ്ങനെ ജീവിപ്പാൻ ഇടയാക്കട്ടെ. പൂർണ്ണമായ അനുസരണവും ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ട് ആന്തരികമായ ഒരു വലിയ മാറ്റങ്ങൾ ഈ കാലങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവേ, സ്തോത്രം. വചനം പ്രസംഗിച്ച കർത്താവേ, ഇടപ്പറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടങ്ങളിൽ നിന്നും തരണം ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്ത് ബലപ്പെടുത്തി പല ദേശങ്ങൾ അയക്കുന്നത് കൊണ്ട് സ്തോത്രം. നിന്റെ മകനോടും കുടുംബത്തോടും കുഞ്ഞിനോടും നിന്റെ കാവൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവെ, സഹോദര സഹോദരികളെയും കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാളെ കിട്ടിയെന്ന് വരികയില്ല. ശരിയായിട്ട് അത് ആദായപ്പെടുത്തുവാൻ കൃപ തരണം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവേ, നിന്റെ ശ്രേഷ്ഠദാസൻ ജെയിംസിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഫലങ്ങളെല്ലാം കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അതിവേഗമായി കർത്താവെ നിന്റെ മകൻ കൊടുത്ത് അതെല്ലാം കണ്ട് സന്തോഷിപ്പാനുള്ള നാളുകൾ അടുത്തു വരുന്നത് കൊണ്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവെ, സഭയും സഭയിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് നിന്റെ ദാസൻ ഒരു വിളക്കായി കർത്താവ്, ഉയർന്ന മലയിൽ കാണപ്പെടുന്ന ഒരു വിളക്കായി കർത്താവെ പ്രഘോഷിപ്പാൻ കർത്താവ് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടുകൂടെയും വചനം പ്രസംഗിച്ച നിന്റെ ദാസനോടുകൂടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ.